നമസ്കാരം. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ 4 ദിവസമായിട്ട് തലസ്ഥാനവാസികൾക്കെങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് വെള്ളം കിട്ടുമോ എന്നുള്ള ആശങ്കയായിരുന്നു അല്ലെ. ഇന്ന് ഇപ്പോൾ ആ പ്രശ്നം ഏതാണ്ടൊന്ന് പരിഹരിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതെ അതെ, ഭാഗികമായി അത് പുനഃസ്ഥാപിച്ചു. ഉച്ചയോടുകൂടി സാധാരണ നിലയാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അപ്പോഴും നഗരത്തിലെ സ്കൂളുകൾക്ക് അവധിയാണ്, കോളേജുകൾക്ക് അവധിയാണ്. പരീക്ഷകൾ മാറ്റിവെച്ച സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ 4 ദിവസത്തെ തലസ്ഥാനവാസികളുടെ ദുരിതത്തിന് ഏതാണ്ടൊരു ശമനമായി വരുന്നു. പക്ഷെ അപ്പോഴും ജനം പഴിക്കുന്നത് നമ്മുടെ സംവിധാനങ്ങളെയാണ്. വാട്ടർ അതോറിറ്റിയെ പഴിക്കുന്നുണ്ട്, നഗരസഭയുടെ കാര്യക്ഷമതയെ പഴിക്കുന്നുണ്ട്. ഒരു ക്രൈസിസ് വന്നാൽ എങ്ങനെ മാനേജ് ചെയ്യുമെന്നറിയാതെ അമ്പരന്ന് നിൽക്കുന്ന ഭരണാധികാരികളെ വല്ലാത്ത തരത്തിൽ ജനം പഴിക്കുന്നു. ഇന്നലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഹെൽപ്പ് ലൈൻ തുറന്നപ്പോഴത്തേക്കും ഒരാൾ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, ടെക്നിക്കൽ സ്റ്റാഫ് അല്ലെങ്കിൽ ഇവരെ അസിസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള സ്റ്റാഫ് ആരുമില്ല, ആകെ മറ്റേ ലോക്കൽ സ്റ്റാഫ് മാത്രമാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അസസ്മെന്റ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ള, എന്നുവെച്ചാൽ മേലധികാരികളെല്ലാം വിശ്രമിക്കുന്നു, ബാക്കിയുള്ളവൻ പണിയെടുക്കുന്നു എന്നുള്ളൊരു കംപ്ലൈന്റ് എന്നോണം പുള്ളി പറയുന്നുണ്ടായിരുന്നു. അത് പ്രശ്നമാണ്. കാരണം വലിയൊരു ക്രൈസിസിലേക്ക് ഒരു വിഷയം വരുമ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യുമെന്ന് അറിയാൻ സാധിക്കാതെ അമ്പരന്ന് നിൽക്കുന്ന ആളുകളെ കൂടി ചേർത്ത് വെക്കണം. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഈ പി ശശി വിഷയത്തിലടക്കം നിരവധി വിഷയങ്ങൾ നമ്മൾ കണ്ടു. അതിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന എം.വി. ഗോവിന്ദൻ മാസ്റ്ററുടെ നിലപാട്, അതായത് CPM പൂർണ്ണമായി മുഖ്യമന്ത്രിയെ തള്ളിക്കൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുന്നോ എന്ന സംശയമുണ്ട്. മുഖ്യമന്ത്രി പാർട്ടിയിൽ ഒറ്റപ്പെടുന്നുണ്ടോ എന്ന വിഷയമുണ്ട്. സജീവമായി തന്നെ നമ്മൾ ഇന്നലെ മുതൽ ചർച്ച ചെയ്യുന്ന ഒരു സംഗതിയാണത്. അതിൽ ഡെവലപ്മെന്റ്സ് ഇന്നുണ്ടായേക്കാം എന്ന് കരുതും. ഒപ്പം PV അൻവറിന്റെ നീക്കങ്ങൾ ഓരോ ദിവസവും നിർണായകമാണ്. ഓരോ ദിവസവും പുതിയ പുതിയ കഥകളുമായി, പുതിയ പുതിയ കാര്യങ്ങളുമായി അദ്ദേഹം എത്തുന്ന പശ്ചാത്തലമുണ്ട്. അതും ഇന്നത്തെ പ്രധാന വാർത്തകളിലൊന്നാണ്. അങ്ങനെ നിരവധി വാർത്തകളുണ്ട്. കൃഷ്ണൻ തൂയിന്ന് നമുക്ക് ആദ്യം എങ്ങോട്ടാണ് പോകേണ്ടത്? നമുക്ക് ആദ്യം തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിലേക്ക് തന്നെ പോകാം. തീർച്ചയായും. കുടിവെള്ളത്തിന്റെ ഇന്നലെ ഭാഗികമായി പരിഹരിച്ചു. ഇന്ന് മുതൽ രാത്രിയോടെ പമ്പിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഉച്ചയോടെ പൂർണ്ണതോതിൽ കുടിവെള്ളം എത്തും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് നഗരസഭാ പരിധിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ കോളേജുകൾ ഉൾപ്പെടും. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. VV അരുൺ അല്പസമയത്തിനകം ചേരും. 4 ദിവസത്തെ ദുരിതമായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെയൊക്കെ നമ്മളൊരു ഉച്ചയ്ക്ക് മുതൽ തന്നെ ഈ നമ്മുടെ തിരുവനന്തപുരം നഗരവാസികളുടെ പ്രതികരണം തേടിയത്, കോൾ ഓപ്പൺ ചെയ്തത്. ഒരുപാട് പേർ നമ്മുടെ ചാനലിലേക്ക് വിളിച്ച് അവരുടെ ദുരിതം അവർ പങ്കുവെക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അല്ലേ. സുവി വിശ്വനാഥ് വിവരങ്ങൾ തുടക്കത്തിൽ പങ്കുവെക്കും. അതിനുശേഷം നമുക്ക് അരുണിലേക്ക് ഒന്ന് പോകണം. സുവി, ഉച്ചയോടെ ഇത് സാധാരണ നിലയിലേക്ക് എത്തും എന്നുള്ളതാണ്. ചില സ്ഥലങ്ങളിൽ പേരൂർക്കട അടക്കമുള്ള ചില സ്ഥലങ്ങളിൽ വെള്ളം എത്തി തുടങ്ങി. നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്തി തുടങ്ങി എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മറ്റെന്തൊക്കെയാണ് ആഡ് ചെയ്യാനുള്ളത്? രഞ്ജിത്ത്, കുടിവെള്ള പ്രശ്നത്തിൽ ആശ്വാസമായി എന്ന് കരുതാൻ ആകില്ല. ഭാഗികമായി മാത്രമാണ് ഇപ്പോൾ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. പലയിടങ്ങളിലും വെള്ളം കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ചിലയിടങ്ങളിൽ അത് കിട്ടിത്തുടങ്ങിയിട്ടില്ല. പ്രത്യേകിച്ചും ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലാണ് അത് കിട്ടിത്തുടങ്ങാൻ ഇനിയും അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ തോതിലുള്ള ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തിരുവനന്തപുരം നിവാസികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നഗരസഭയുടെ പരിധിയിലുള്ള സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ളവയ്ക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം PSC പരീക്ഷകളും മാറ്റിവെച്ച ഒരു സാഹചര്യമുണ്ട്. ഹോട്ടലുകൾ ഉൾപ്പെടെ ഇന്നലെ അടച്ചുപൂട്ടുന്ന ഒരു സ്ഥിതിഗതിയും ഉണ്ടായിരുന്നു. വലിയ ബുദ്ധിമുട്ടാണ് നഗരത്തിൽ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 5 ലക്ഷത്തോളം ജനങ്ങളാണ് ഇത്തരത്തിൽ വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. പ്രത്യേകിച്ചും ഈ കുടിവെള്ള പൈപ്പ് ലൈനിൽ പൊട്ടലുണ്ടായതാണ് ഇത്തരമൊരു പ്രതിസന്ധിക്ക് കാരണം എന്നാണ് പറയുന്നത്. എങ്കിൽ കൂടിയും ആ പൊട്ടൽ പരിഹരിക്കാൻ ഇന്നലെ ആദ്യം ഉച്ചവരെ അത് സാധിക്കും. അതിനുശേഷം വൈകിട്ടത്തോടു കൂടി ഇത് പരിഹാരമാകുമെന്നെല്ലാം പ്രഖ്യാപിച്ചെങ്കിലും ഇന്ന് രാവിലെയും ഇപ്പോൾ ഭാഗികമായി മാത്രമേ പുനഃസ്ഥാപിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. VV അരുൺ വിവരങ്ങൾ അല്പസമയത്തിനകം നൽകുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും നഗരത്തിലെ കുടിവെള്ള പ്രശ്നം അത് പരിഹരിക്കുന്നു. 4 ദിവസത്തെ ദുരിതത്തിന് അവസാനമാകുന്നു എന്ന വിവരമാണ്. അപ്പോഴും എന്തുകൊണ്ട് ഇത്തരം സംഗതികൾ ആവർത്തിക്കുന്നു നഗരത്തിൽ പലപ്പോഴും? ഓണസമയം കൂടി ആകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് വളരെ കൂടുതലായിരിക്കും. അതെ, ഓണത്തിനാകുമ്പോൾ അത് മാത്രമല്ല, നഗരത്തിലേക്ക് എത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അവര് ഈ നഗരത്തിൽ എത്തിക്കഴിഞ്ഞാണ് ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത്. ഹോട്ടലുകളിൽ മറ്റും താമസിക്കുന്നവരുണ്ട്. ഹോട്ടലിൽ അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഒരുപാട് ഹോട്ടലുകൾ ഇന്നലെ അടച്ചുപൂട്ടും നമ്മൾ കണ്ടു. മാത്രമല്ല, ഈ ടാങ്കറിലാണെങ്കിലും പ്രോപ്പറായിട്ട് വെള്ളം എത്തിക്കാനുള്ള ബുദ്ധിമുട്ട്. കാര്യം ഇത്രയും ഭാഗത്ത് ഒരുമിച്ച് ഇങ്ങനെ കുടിവെള്ള വിതരണം മുടങ്ങിയതിൻ്റെ പ്രശ്നം കൊണ്ട് ടാങ്കറുകളിലാണെങ്കിലും വെള്ളം എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് വളരെ
വളരെയധികം ഉണ്ടായിരുന്നു. അതായത് ഈ നമ്മളിന്ന് കണ്ട ഒരു വാർത്ത, ഈ ടാങ്കർ ലോറി ഉടമകൾ വലിയ ചാർജ് പ്രശ്നം വന്നപ്പോൾ ഈടാക്കുന്നു. അത് മാത്രമല്ല, ഇവർ ചെറിയ ക്വാണ്ടിറ്റിയിൽ വെള്ളം കൊണ്ടുവരില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. അതെ അതെ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഇന്നലെ കഴിഞ്ഞ 4 ദിവസമായി നഗരം അഭിമുഖീകരിക്കുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഏതായാലും നേരത്തെ വ്യാഴാഴ്ച ആണ് ഈ സംഭവം ആദ്യമായി തുടങ്ങുന്നത്. വ്യാഴാഴ്ച രാവിലെയാണ് കുടിവെള്ള വിതരണം മുടങ്ങും എന്നുള്ള വിവരം പുറത്തു വരികയും 4 നാൾ സമാനതയുള്ള ദുരിതം നഗരവാസികൾ അനുഭവിക്കുകയാണ്. തിരുവനന്തപുരം ഈ നാഗർകോവിൽ റെയിൽവേ പാത ഇരട്ടിപ്പിക്കൽ, അതുമായി ബന്ധപ്പെട്ട് ജല അതോറിറ്റിയുടെ നേമത്തേക്കും ഐരാണിമുട്ടം ഭാഗത്തേക്കുമുള്ള ട്രാൻസ്മിഷൻ മെയിനിന്റെ പൈപ്പ് ലൈൻ അലൈൻമെന്റ് മാറ്റത്തിന്റെ ഭാഗമായാണ് അത് തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ളതാണ്. വ്യാഴാഴ്ച 8 മുതൽ വെള്ളിയാഴ്ച രാവിലെ 8 വരെ വെള്ളം മുടങ്ങും എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുന്നറിയിപ്പ്. പക്ഷെ അത് പിന്നീട് ദീർഘ ദിവസങ്ങളിലേക്ക്, മണിക്കൂറുകളിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു സാഹചര്യം കൂടി മുന്നോട്ട് പോവുകയായിരുന്നു. അതായത് പിന്നീട് ഞായറാഴ്ച പുലർച്ചെയോടെ ജലവിതരണം സാധാരണ നിലയിലെത്തും എന്ന് ഒരു അറിയിപ്പ് വന്നു. ശനിയാഴ്ച വൈകിട്ടായിരുന്നു അത് വന്നത്. പക്ഷെ അതും പാലിക്കാനായില്ല എന്നതും പ്രധാനമാണ്. പ്രത്യേകിച്ചും ഈ പുത്തൻപള്ളി, ആറ്റുകാൽ, വലിയതുറ, പൂന്തുറ, ഭീമാപ്പള്ളി ഈസ്റ്റ്, മാണിക്യവിളാകം, മുട്ടത്തറ, പുഞ്ചക്കരി, പൂജപ്പുര, കരമന, ആറന്നൂർ, മുടവൻമുകൾ, നെടുങ്കാട്, കാലടി, പാപ്പനംകോട്, തിരുമല, വലിയവിള, PTP, വട്ടിയൂർക്കാവ്, കാഞ്ഞിരമ്പാറ, ശ്രീവരാഹം, അമ്പലത്തറ, വഞ്ചിയൂർ, കുന്നുകുഴി, പട്ടം വാർഡുകളിലാണ് ജലവിതരണം. ജനജീവിതം വലിയ ദുസ്സഹമാവുകയായിരുന്നു. ആഹാരം പാചകം ചെയ്യാനും പ്രാഥമിക കൃത്യങ്ങൾക്കും മറ്റും ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടി. ഏതായാലും നഗരസഭയെ പൂർണ്ണമായും പഴിച്ചുകൊണ്ടാണ് പലപ്പോഴും അല്ലെ തുടർച്ചയായി നമ്മുടെ നഗരസഭ, തിരുവനന്തപുരം നഗരസഭ പലവിധ ആരോപണങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ ഇത് നേരത്തെ പരിഹരിക്കാവുന്ന ഒരു വിഷയം ഇത്രയധികം പ്രതിസന്ധിയിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടുപോയത് നഗരസഭയും. ഇപ്പോൾ നഗരസഭ കുറ്റപ്പെടുത്തുന്നത് പലപ്പോഴും നമ്മുടെ വാട്ടർ അതോറിറ്റിയാണ്. വാട്ടർ അതോറിറ്റി നമ്മൾ കുറ്റപ്പെടുത്തുന്നു, നഗരസഭ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് സാധാരണക്കാർ അടക്കം ക്യൂ നിന്നും മറ്റും വെള്ളം ശേഖരിക്കുന്ന കാഴ്ച കൂടി നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അങ്ങനെ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റിൽ പോലും വെള്ളമില്ലാതായപ്പോഴാണ് ഇതൊരു വാർത്തയിലേക്ക് വന്നത്. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ വെള്ളമില്ല എന്ന വാർത്ത പുറത്തു വന്നപ്പോഴാണ് നഗരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേതും വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടതും ഇടപെടലൊക്കെ ഉണ്ടാകും എന്ന് കരുതി വന്നത്. ജനങ്ങൾക്ക് പക്ഷേ ഇപ്പോഴും പൂർണ്ണമായും ജലവിതരണം അതിൻ്റെ പൂർണ്ണ തോതിലായി എന്ന് നമുക്ക് വിശ്വസിക്കാനാവില്ല. ഉച്ചയോടുകൂടി അത് പൂർണ്ണതോതിലാകും. കാരണം പമ്പിംഗ് ആരംഭിച്ച് കുറേ സമയമെടുക്കും ഇത് നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം എത്താൻ എന്നുള്ളതാണ്. ഏതായാലും നഗരത്തിൽ ഇന്ന് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കോളേജുകളിലെ പ്രവേശന നടപടികൾക്ക് മാറ്റമില്ല. പക്ഷേ കുടിവെള്ള വിതരണം അത് ഇപ്പോൾ ഏതാണ്ട് പഴയ പടിയിലേക്ക് വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. താഴ്ന്ന പ്രദേശങ്ങളിൽ ഇതിനോടകം വെള്ളം എത്തി എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്തുന്നുണ്ട്. ഒപ്പം ചില ഭാഗങ്ങളിൽ ഈ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന വാട്ടർ അതോറിറ്റിയുടെയൊക്കെ ഈ പമ്പിംഗ് സ്റ്റേഷനോട് ചേർന്ന് കിടക്കുന്ന പല പേരൂർക്കട പോലെയുള്ള സ്ഥലങ്ങളിൽ രാവിലെ മുതൽ വെള്ളം എത്തി എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ഈ 14 വാർഡുകളിലാണ് 44 വാർഡുകളിലാണ് നമുക്കറിയാം 100 വാർഡുകളാണ് നഗരസഭയിലുള്ളത്. 44 വാർഡുകളിലാണ് കുടിവെള്ള വിതരണം നിർത്തിവെക്കുകയും അത് നമുക്കറിയാം ഒരുപാട് ജനസംഖ്യയുള്ള വാർഡുകൾ തന്നെയാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും. അങ്ങനെയുള്ള വാർഡുകളിലാണ് ഇന്നലെയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ നഗരസഭയുമായി ബന്ധപ്പെട്ട മേയറുടെയും മറ്റും പ്രതികരണം തേടിയിരുന്നു. VK പ്രശാന്ത് MLA-യുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ഒപ്പം നഗരത്തിൻ്റെ ചുമതലയുള്ള മന്ത്രിമാർ ശിവൻകുട്ടി അടക്കമുള്ളവർ അവിടെ എത്തി ഈ ജോലികൾ അതിൻ്റെ ക്രമീകരണങ്ങൾ നോക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഈ പ്രശ്നം പരിഹരിക്കാനായില്ല. കുറേ മണിക്കൂറുകളിലേക്ക് ഇന്നലെ രാത്രി പമ്പിംഗ് ആരംഭിച്ചെങ്കിലും ചില ഭാഗങ്ങളിൽ ലീക്ക് ഉണ്ടായതിനെ തുടർന്ന് പിന്നെയും നിർത്തിവെക്കുകയായിരുന്നു. തീർച്ചയായും രാത്രിയിൽ പമ്പിംഗ് ആരംഭിച്ചു. ചില ഭാഗങ്ങളിൽ ലീക്ക് ഉണ്ടായപ്പോൾ അത് നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി. വീണ്ടും ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോയി. അതിനുശേഷവും ഇത് ഒന്നും സംഭവിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഏറ്റവും ഒടുവിൽ രാത്രിയിൽ പമ്പിങ് പുനരാരംഭിച്ചു എന്നുള്ള വിവരം പുറത്തു വന്നു. പക്ഷെ അപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും പൂർണ്ണതോതിൽ വെള്ളം എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഭാഗികമായി വേണമെങ്കിൽ പുനഃസ്ഥാപിച്ചു എന്ന് പറയാം. ഏതായാലും ആശ്വാസകരം, ഇന്ന് രാവിലെ ധൃതി പിടിച്ച് സ്കൂളിലും കോളേജുകളിലൊന്നും പോകേണ്ട അല്ലേ. വെള്ളം കുളിക്കാതെ നമുക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാതെ കുട്ടികളെ വിടുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പാകം ചെയ്യാൻ പോലും വെള്ളം കിട്ടുന്നില്ല എന്നുള്ള പരാതിയൊക്കെ നമുക്ക് PV അരുൺ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അരുൺ, ഇപ്പൊ എന്താണ് അവസ്ഥ? ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ ഞങ്ങളത് വിശദീകരിക്കുകയായിരുന്നു.
എപ്പോഴേക്ക് പൂർണ്ണതോതിൽ നമ്മുടെ കുടിവെള്ള വിതരണം നഗരത്തിന്റെ ഈ 44 വാർഡുകളിലും എത്തിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? ഇന്ന് ഉച്ചയോടെ കുടിവെള്ള വിതരണം പൂർണ്ണമായും എല്ലാ വീടുകളിലേക്കും സാധാരണ നിലയിലാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റി പങ്കുവയ്ക്കുന്നത്. ഇന്നലെയൊക്കെ വലിയ കുടിവെള്ളക്ഷാമം ഉണ്ടായിരുന്ന മേഖലയാണ് ആറ്റുകാൽ. ഇവിടെയൊക്കെ വീടുകളിൽ വെള്ളം വന്നു തുടങ്ങി. പക്ഷേ ആറ്റുകാൽ ഐരാണിമുട്ടം ഭാഗത്തൊക്കെ വെള്ളം ഉള്ളപ്പോഴും ഇനിയും വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ചും വട്ടിയൂർക്കാവ് മേഖലയിലൊന്നും ഇപ്പോഴും കുടിവെള്ളം വീടുകളിൽ കിട്ടിത്തുടങ്ങിയിട്ടില്ല. ടാങ്കറുകൾ തന്നെയാണ് അവിടെയൊക്കെ വെള്ളം കൊണ്ടുവരുന്നത്. ഈ ആറ്റുകാൽ ഭാഗത്തൊക്കെ വെള്ളമുണ്ട്. ചേട്ടാ, ഈ വെള്ളം പൈപ്പിൽ വന്നു തുടങ്ങിയോ ഇവിടെയൊക്കെ? എന്താണ് അവസ്ഥ? ഇല്ല, ഇന്നലെ രാത്രി ഇവിടെ വന്നായിരുന്നു. ഈ ഏരിയയിലൊക്കെ ഇന്നലെ രാത്രി വന്നായിരുന്നു. രാത്രി 2-2:30 ആയപ്പോഴത്തേക്ക് വന്നായിരുന്നു. എത്ര ദിവസം ഈ വെള്ളം ഇല്ലാതെ ഇവിടെ? 5 ദിവസം വളരെ ബുദ്ധിമുട്ടിയത്. കട തുറന്നായിരുന്നോ? കട തുറന്നു. കട ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വെള്ളം കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. പിന്നെ മിനറൽ വാട്ടർ ഉണ്ട് നമുക്ക്, അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയതാ. വീട് ഇവിടെ തന്നെയാണോ? വീട് അടുത്താ. അവിടെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. അവിടെയൊക്കെ 5 ദിവസമല്ലേ കുഞ്ഞുങ്ങളും എല്ലാവരും ആയിട്ടുള്ളത്. ഇത് വെള്ളം ഈ ഇത്രയും ദിവസം ഇല്ലാതെ ആകുമെന്നുള്ള ഒരു അറിയിപ്പ് പോലും കിട്ടിയിരുന്നു. എന്താ അവസ്ഥ? അതായത് ന്യൂസ് ഉണ്ടായിരുന്നു, പേപ്പറിൽ ന്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ അതിനെപ്പറ്റി ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് ന്യൂസ് ഒന്നും വായിക്കാനുള്ള ഇതില്ല. എന്നാൽ ഇതുപോലെ പ്രതീക്ഷയില്ലെന്നോ? ഇല്ല, ഇത്രയും 3 ദിവസം എന്നാ പറഞ്ഞേ. ഇതാണ് ഒരു ചേട്ടൻ വീട് ഇവിടെ തന്നെയാണല്ലേ? വെള്ളം വന്നു തുടങ്ങി കേട്ടോ. വെള്ളം ഇന്നലെ രാത്രി മുതൽ വന്നു തുടങ്ങി. 4 ദിവസത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പരിഹാരം 2:30 മണിയായപ്പോൾ വന്നു. ഉണർന്നിരുന്ന് വെള്ളം പിടിക്കാന്നല്ലേ? പിന്നെ നേരത്തെ വെള്ളം പിടിച്ച് കിണറ്റിൽ നിന്നൊക്കെ വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 4 ദിവസം എങ്ങനെ പോയി? ഇതിനു മുമ്പ് ഇങ്ങനെ ഈ അടുത്തിങ്ങനെ ഉണ്ടായിട്ടില്ലേ വെള്ളം? ഞാൻ ജനിച്ചതിന് ശേഷം ഇന്നുവരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ആദ്യമാണ് വെള്ളം മുടങ്ങുന്ന ഒരു മേഖല അല്ലെന്ന് തോന്നുന്നു. അല്ലല്ല, നല്ല എപ്പോഴും വെള്ളം കിട്ടിക്കൊണ്ടിരിക്കും. അമ്പലമൊക്കെ ഉള്ളതുകൊണ്ട് അമ്പലം വെള്ളമുണ്ട്, അല്ലാതെ ജപ്പാൻ കുടി വെള്ളം വന്നതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു. അമ്പലമൊക്കെ എങ്ങനെയാണ്? അമ്പലത്തിന്റെ പ്രവർത്തനമൊക്കെ അമ്പലത്തിന് പ്രവർത്തനം ഭക്തജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ല കാര്യം. വെള്ളം വന്നപ്പോഴേ വെള്ളം ഇല്ലാത്തപ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ? ഇല്ല, അവിടെയൊക്കെ കുഴൽക്കിണറുണ്ട്, എല്ലാം ഉള്ളതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും അതിൽ ആശ്വാസമായി. ഇത് ആറ്റുകാലുള്ള ആളുകളുടെ ഒരു ആശ്വാസമാണ്. അവർ വലിയ ആശ്വാസത്തിലാണ്. കാരണം 4 ദിവസം 5 ദിവസമൊക്കെ കുടിവെള്ളം കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥ ചിന്തിക്കാൻ പറ്റാത്തതാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ജനിച്ച ശേഷം ഇത്തരമൊരു ദുരവസ്ഥ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇത് ഒരു മേഖലയിലെ മാത്രം പ്രശ്നമല്ല. നമുക്കറിയാം, സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ പ്രവർത്തനത്തെ ബാധിച്ചിരുന്നു. 2 ദിവസം മുമ്പ് തന്നെ ഈ കുടിവെള്ള വിതരണം നിശ്ചലമായത്, അല്ലെങ്കിൽ അറ്റകുറ്റപ്പെട്ട ഭാഗമായി കുടിവെള്ളം ഇല്ലാതായത്. മറ്റു പല മേഖലകളിലും ആളുകൾ ഈ കുടിവെള്ളത്തിന് വേണ്ടി പിടിവലി കൂടുന്ന, ഒരുപക്ഷെ തമ്മിൽ അടിയിലേക്ക് പോകുന്ന അവസ്ഥ വരെ പലയിടത്തും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. അതിൽ നിന്നൊക്കെ ഒരു അല്പം അയവ് വരുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും ചില മേഖലകളിൽ പൂർണ്ണമായും കുടിവെള്ളം എത്തിത്തുടങ്ങിയിട്ടില്ല. ഇന്നലത്തെ രാത്രിയോട് തന്നെ പമ്പിംഗ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും വട്ടിയൂർക്കാവ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ, പ്രദേശങ്ങളിൽ കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ട്. ഇന്നലത്തെ അതേ സാഹചര്യത്തിൽ ഉണ്ട് വട്ടിയൂർക്കാവിൽ നേമം ഭാഗത്ത് വെള്ളം പൂർണ്ണതോതിൽ എത്തിയിട്ടില്ല. അവിടെയും ഈ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഏതായാലും ഈ ഭാഗത്തുള്ളവർക്കൊക്കെ ഒരു ആശ്വാസമുണ്ട്. കാരണം ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്തുള്ള പ്രദേശമാണ്. ഇവിടെയൊക്കെ വെള്ളം കിട്ടിത്തുടങ്ങിയതിന്റെ ആശ്വാസത്തിലാണ് ഈ നാട്ടുകാർ, ഇവിടുത്തെ ജനങ്ങളുമൊക്കെ അത്തരമൊരു ആശ്വാസത്തിലാണ്. നമുക്കറിയാം, വെള്ളം ഒരു ദിവസം ഇല്ലാതായപ്പോൾ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. കുടിവെള്ളം എത്തിയെന്ന് തോന്നുന്നല്ലേ? കുടിവെള്ളം വന്നായിരുന്നോ? കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ ഇല്ല, വീട്ടിലുണ്ടായിരുന്നോ? ഇല്ല, വെള്ളം ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്തു? പിന്നെ ഇന്നലെ ആലത്തറയില്ലായിരുന്നു, ബന്ധുവീട്ടിലേക്ക് പോയി. അങ്ങോട്ട് പോയിട്ട് ഇന്നലെ രാത്രിയായപ്പോ ഇവിടെ എത്തി. വെള്ളം വരുമെന്ന് അറിഞ്ഞു വന്നതാണ്. ഇതിനു മുമ്പ് ഇവിടെ ഇങ്ങനെ വെള്ളം ഇല്ലാതെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ആറ്റുകാലുണ്ടായിട്ടില്ല. ഇനിയിപ്പം വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നില്ല. ഇടം വന്നൂടെ? പ്രാർത്ഥിക്കാം. 5-6 ദിവസം നല്ല പാട് കിട്ടും. അതുതന്നെയാണ് ഈ വെള്ളം ഇല്ലാതാവുമ്പോഴുള്ള ബുദ്ധിമുട്ട്. അത് അനുഭവിച്ച് തന്നെ വരേണ്ടതാണ്. പക്ഷേ അജിത്തിനൊക്കെ ആ ഭാഗത്തൊക്കെ, നമ്മുടെ ഓഫീസിന്റെ ഭാഗത്തും പലപ്പോഴും കുടിവെള്ളം ഇല്ലാതാകുന്ന മേഖലയാണ്. ഇവർക്ക് വീട്ടിൽ നിന്ന് ബന്ധുവീടുകളിലേക്ക് പോകേണ്ട അവസ്ഥയാണ് വന്നത്. അതായത് ഇവിടെ താമസിക്കാൻ പറ്റില്ലാത്ത സാഹചര്യം, വെള്ളമില്ല. നെടുമങ്ങാട് ബന്ധുവീട്ടിലേക്ക് പോയി അവിടുന്ന് ഇന്നലെ രാത്രിയോടുകൂടി തിരിച്ചു വന്ന അവസ്ഥയുണ്ട്. ഇത്തരത്തിൽ നിരവധി ആളുകളാണ് ഈ വെള്ളത്തിന് വേണ്ടിയൊക്കെ വീട് വിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വന്ന ആളുകളുണ്ട്. ഇവിടെ ടാങ്കർ ലോറിയും അതുപോലെ
നഗരസഭയൊക്കെ നൽകുന്ന വെള്ളം അതിനൊക്കെ പരിമിതികളുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് പിടിച്ചു നിൽക്കാതെ മറ്റു വഴികളില്ലാതെ ഇവിടെ വീടുകൾ തുറന്ന ആളുകളുണ്ട്. ഏതായാലും അല്പം ആശ്വാസം നഗരത്തിലെ ഈ കുടിവെള്ള പ്രശ്നത്തിലുണ്ടായിരിക്കുന്നു. ഇന്ന് സ്കൂളുകൾക്ക് നഗരമേഖലയിലെ നഗരപരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരീക്ഷകൾ മാറ്റിവച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പരിധിവരെ ഇന്ന് രാവിലെയും വെള്ളം എത്തില്ലെന്നൊരു എത്തുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രി ഒരു 7:30 കൂടി ജില്ലാ കളക്ടർ അത്തരമൊരു തീരുമാനമെടുത്തത്. നമുക്കറിയാം നേരത്തെയൊക്കെ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളൊരു അറ്റകുറ്റപ്പണിയുടെ ഭാഗമായിട്ട് വന്ന ഒരു സംഗതിയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാകും. അത് ഇത്രയധികം വഷളായി അതിനെ ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്ന ഒരു വിഷയത്തെ ഈ 4 ദിവസത്തേക്ക് വലിച്ചു നീട്ടി അതിലിപ്പോൾ പരസ്പരം നഗരസഭയും വാട്ടർ അതോറിറ്റിയും പരസ്പരം കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ദുരിതം അനുഭവിച്ചത് വലിയൊരു വിഭാഗം ലക്ഷക്കണക്കിന് 44 വാർഡുകളിലെ ലക്ഷക്കണക്കിന് ജനങ്ങളാണ്. അതിപ്പോൾ നമ്മൾ ഇത് പരിഹരിച്ചു എന്ന് പറയുമ്പോഴും അവരുടെ ദുരിതത്തിന് ആരുത്തരം പറയും? ഇനിയും ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചാൽ ഒരു ക്രൈസിസ് മാനേജ്മെന്റ് എന്ന രീതിയിൽ എങ്ങനെ ഇത് ക്രൈസിസ് മാനേജ്മെന്റിൽ പരാജയം ഇതെങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കൂടി ബാക്കി വെച്ചാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ കുടിവെള്ളമില്ലാതായാൽ എന്തു ചെയ്യുമെന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഇത് ഒരു ദിവസം ഒരു സ്വാഭാവികമായി ഇപ്പോൾ 4-5 ദിവസത്തെ ദുരിതത്തിനൊടുവിലെങ്കിലും അതിന് പരിഹാരം കാണാൻ അധികൃതർക്ക് കഴിഞ്ഞു. പക്ഷേ ഇനിയും ഇതുണ്ടാകാം. ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേട് ആ രീതിയിൽ തന്നെയാണ്. നമുക്കറിയാം VK പ്രശാന്ത് MLA അടക്കമുള്ളവർ, മന്ത്രിയും മേയറും അടക്കമുള്ളവർ വാട്ടർ അതോറിറ്റിയാണ് കുറ്റം പറഞ്ഞത്. ഒരു വാൽവ് അടയ്ക്കുന്നതിന് പകരം ജലവിതരണം പൂർണ്ണമായി നിർത്തിവെച്ചൊരു റെയിൽവേ ലൈനുമായി ബന്ധപ്പെട്ട ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായുള്ള അറ്റകുറ്റപ്പണികളിലേക്ക് കടന്നാണ് ഈ പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ഒട്ടും ദീർഘവീക്ഷണമില്ലാതെ ഇങ്ങനെ വെള്ളം കുഴിമുട്ടിച്ചാൽ ജനം എന്ത് ചെയ്യുമെന്ന ഒരു പൗരബോധമില്ലാതെ അല്ലെങ്കിൽ എങ്ങനെ ജനങ്ങൾ ജീവിക്കുമെന്ന ഒരു സാമാന്യ യുക്തി പോലും നോക്കാതെയുള്ള നടപടിയാണ് ഈ രീതിയിലുള്ള കുഴപ്പത്തിലേക്ക് നഗരത്തെ എത്തിച്ചത്, ജനജീവിതത്തെ ഇത്തരത്തിൽ ബാധിച്ചത്. ഇനിയും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണം നഗരത്തിൽ പല നിർമ്മാണ പ്രവർത്തനങ്ങളും റോഡ് വീതി കൂട്ടലും റെയിൽപാത ഇരട്ടിപ്പിക്കലും ഒക്കെ ഇനിയും ഉണ്ടാകും. അപ്പോഴുമൊക്കെ ഇത് തന്നെയാകൂ അധികൃതർ സ്വീകരിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കുടിവെള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം രഞ്ജിത്ത് ഒരു പതിറ്റാണ്ടുകളായ തലസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. കുടിവെള്ള ലൈനുകൾ അടിക്കടി പൊട്ടുന്നത് നമുക്കറിയാം. ഓരോ ആഴ്ചയിലും കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടുന്ന സംഭവങ്ങൾ തലസ്ഥാനത്തുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകൾ അതിനൊരു വലിയ പ്രശ്നമില്ലാതെ പോവുകയായിരുന്നു. കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി റോഡ് തന്നെ ഒലിച്ചുപോയ സംഭവങ്ങൾ തലസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. ആഴ്ചകളോളം വെള്ളമില്ലാതെ ഉള്ള പ്രദേശങ്ങൾ ഇപ്പോഴുമുണ്ട്. അത് നമ്മൾ ഇതൊരു നഗരത്തെ 44-45 വാർഡുകളെ ഒരുമിച്ച് ബാധിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ആ രീതി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. പക്ഷെ അങ്ങനെയല്ലാതെ ഇപ്പോഴും ആഴ്ചകളോളം വെള്ളം കിട്ടാത്ത പ്രദേശങ്ങളുണ്ട്. രാത്രി ചില സമയങ്ങളിൽ മാത്രം കുടിവെള്ളം വരുന്ന മേഖലകൾ തലസ്ഥാനത്തുണ്ട്. അത്തരം പ്രദേശ ജനങ്ങളും ഇതേ രീതിയിൽ ബുദ്ധിമുട്ടുകയാണ്. അവർക്കും അവിടെ സമാനമായ പ്രശ്നങ്ങളുണ്ട്. ഈ കുടിവെള്ള വിതരണത്തിന് കൃത്യമായ ഒരു ശാശ്വതമായ ഒരു പരിഹാരം പഴയ ലൈനുകളൊക്കെ മാറ്റി ഇപ്പോൾ പുതിയ ലൈനുകൾ സ്ഥാപിച്ചാണ് ഈ അടിക്കടി ഉണ്ടാകുന്ന പൈപ്പ് വോട്ടറുകൾ ഒഴിവാക്കിയത്. പക്ഷേ അപ്പോഴും ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായും മറ്റും വെള്ളം വിതരണം തടസ്സപ്പെടുന്നത് ജനജീവിതത്തെ ജനങ്ങളെ അത്ര ചെറുതായൊന്നുമല്ല ബാധിക്കുന്നത്. നമുക്കറിയാം ഓഫീസിൽ പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട് പലർക്കും. ഇന്നലെ ഒരുപക്ഷെ ശനിയും ഞായറുമാണ് ഈ 2 ദിവസം എന്നുള്ളത് കൊണ്ട് ഇതിന്റെ ഒരു ആഘാതം ചെറിയ തോതിലെങ്കിലും കുറഞ്ഞെന്ന് നമുക്ക് പറയേണ്ടി വരും. വർക്കിംഗ് ഡേ ആണ് ഈ ദിവസം 2 ദിവസം കൂടി വർക്കിംഗ് ഡേ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ ബുദ്ധിമുട്ടിയെ. ടെലിഫോൺ ലൈനിലുണ്ട്. MLA, ഈ പ്രശ്നം ഇപ്പോൾ ഭാഗികമായി രാവിലെ മുതൽ ചില പ്രദേശങ്ങളിലൊക്കെ വെള്ളം വന്ന് തുടങ്ങി. പൂർണ്ണമായും പരിഹരിക്കാനായിട്ടുണ്ടോ? എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? അല്ല, ഇപ്പോ ഏതാണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ താമസിക്കുന്നത് മരുതൻകുഴി മേഖലയിലാണ്. അവിടെയൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. ഉയർന്ന മേഖലകളിൽ അല്പം കൂടി സമയമെടുക്കും. ഇപ്പൊ തൊഴുവങ്കോട്, കാഞ്ഞിരപ്പാറ മേഖല, അതുപോലെ തന്നെ മൂന്നാമൂട്, വാഴോട്ടോണം, നെട്ടയം ഭാഗങ്ങളിലെ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം വരാൻ എനിക്ക് തോന്നുന്നു അല്പം കൂടി വൈകും. അപ്പോ ഇന്നലെ മേയർ അറിയിച്ചതനുസരിച്ച് വാട്ടർ ടാങ്കറുകൾ ഇന്നിപ്പോ സർവീസ് നടത്തുന്നുണ്ട്. 50-ലധികം ടാങ്കറുകൾ നൽകുന്നുണ്ട്. ഇപ്പൊ രാവിലെ ഞങ്ങളെയൊക്കെ വിളിച്ച പ്രദേശങ്ങളിലേക്ക് ടാങ്കറുകളും മറ്റുമൊക്കെ തന്നെ ഇപ്പോ അയക്കുന്നുണ്ട്. മൂന്നാമൂട് മേഖലയിലേക്കും മറ്റുമൊക്കെ തന്നെ ടാങ്കർ ഇപ്പോ അറേഞ്ചർ ആവുന്നുണ്ട്. എന്തായാലും ഉച്ചയോടുകൂടി ഈ പ്രദേശങ്ങളിലടക്കം വെള്ളം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ പ്രതീക്ഷ വെക്കുമ്പോഴും ഒരു ഇത്രയധികം ദിവസം നഗരവാസികൾ വല്ലാത്ത തോതിൽ ഈ ദുരിതം അനുഭവിച്ചതിന് ആരുത്തരം പറയും എന്നൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. ആരാണ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് എന്നൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ MLA. അല്ല, ഞാൻ ഇന്നലെ തന്നെ ആ കാര്യം ചൂണ്ടിക്കാണിച്ചതാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വിളിച്ച യോഗത്തിൽ ഞാൻ ഈ കാര്യം പറഞ്ഞു. കാരണം തിരുവനന്തപുരത്ത് ഈ ജലവിതരണം ഒരു പ്രത്യേക രീതിയിൽ നടത്തേണ്ട ഒന്നാണ്.
അപ്പൊ അത് അനുഭവ സമ്പത്തില്ലാത്ത ചില ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്ത് കുളമാക്കിയതാണ് എന്നുള്ള കാര്യത്തിൽ പറയുന്നതിൽ നമുക്ക് മടിയില്ല. ഞാൻ അത് ഉന്നയിക്കുകയും ചെയ്തു. ഞാൻ ഇന്നലെ കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്ന് കൂടി ഇന്നലെ ആവശ്യപ്പെടുകയുണ്ടായി. ഇന്നിപ്പോ രേഖാമൂലം മിനിസ്റ്റർക്ക് പരാതിയും നൽകും. കാരണം നേമം പോലുള്ള ഒരു ഭാഗത്ത് പണി നടത്തുമ്പോൾ തിരുവനന്തപുരം നഗരമാകെ വെള്ളം കൂടി മുടക്കേണ്ട യാതൊരു സാഹചര്യമില്ല. ഇപ്പൊ വാൽവ് അഡ്ജസ്റ്റ്മെന്റിലൂടെ നേമത്ത് പണി നടത്തുന്നതിന് പകരം അരുവിക്കരയിലെ പമ്പിംഗ് നിർത്തിവെക്കുന്ന രീതി ഇത് എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് എനിക്കറിയില്ല. ഞങ്ങള് നേരത്തെ തിരുവനന്തപുരം നഗരത്തിൽ അരുവിക്കരയിൽ പല പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്, പമ്പിംഗ് നിർത്തിവെച്ച് നടത്തിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇല്ലാത്ത ഒരു ക്രൈസിസ് നഗരത്തിൽ ഉണ്ടാക്കാൻ ചില ബോധപൂർവമായ ഇടപെടൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായോ എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ കാര്യം പരിശോധിക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ട്, അരുവിക്കരയെ മാത്രം ആശ്രയിച്ചാണ് തിരുവനന്തപുരം നഗരത്തിന്റെ ജലവിതരണം നടക്കുന്നത്. പല സന്ദർഭങ്ങളിലും മേയർ നിലയിലും MLA നിലയിലും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് നഗരത്തിനകത്ത് വലിയ ക്രൈസിസ് ഉണ്ടാക്കും. ഇപ്പൊ വേൾഡ് ബാങ്ക് അനുവദിച്ചിട്ടുള്ള 2000 കോടി പ്രോജക്റ്റിൽ തിരുവനന്തപുരത്തിന് പദ്ധതിയില്ല. ഇത് നെയ്യാറിൽ നിന്നടക്കം വെള്ളം കൊണ്ടുവരുന്നതിനുള്ള മറ്റ് പദ്ധതികൾ കൂടി ആലോചിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇന്നലത്തെ ഇഷ്യൂ തിരുവനന്തപുരം നഗരത്തിന്റെ ജല സംവിധാനത്തെ സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾക്കും മറ്റ് പഠനങ്ങൾക്കും വിധേയമാക്കുന്നതിന്റെ തുടക്കം കൂടിയായി മാറേണ്ടതുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് ഇന്നിപ്പോ പരാതി നൽകുന്നത്. ഇന്നലെ കുറ്റകരമായ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നായിട്ടാണ് വീഴ്ച ഉണ്ടായത്. കാരണം 48 മണിക്കൂർ ആണ് അവര് അറിയിച്ചിരുന്നത്. എന്നാൽ അതിന് ആവശ്യമായിട്ടുള്ള ബദൽ ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കിയില്ല. മറ്റ് മാർഗങ്ങളിലൂടെ നഗരങ്ങളിൽ കുടിവെള്ളം എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ല. അപ്പൊ ഇതൊരു വലിയ അനാസ്ഥയുടെ ഭാഗമായിട്ടുണ്ട്. അത് ഗവൺമെന്റ് പരിശോധിക്കണം. ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ള കാര്യം ഞാൻ ഇന്നലെ തന്നെ അത് സൂചിപ്പിച്ചു. ഇന്നത് രേഖാമൂലം പരാതി നൽകുകയും ചെയ്യും. ഈ ഒരു മനഃപൂർവ്വമായ ഒരു ഇടപെടൽ ഇത്തരം സംഭവങ്ങൾ ഗൗരവമാക്കുന്നതിന് ചിലരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന പരാതി MLAക്ക് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. നേമത്ത് പണി നടക്കുമ്പോൾ നഗരം മുഴുവൻ കുടിവെള്ളം മുട്ടിക്കേണ്ട സാഹചര്യമില്ല. അപ്പൊ അത് ഒന്നുകിൽ ഈ പറഞ്ഞ രീതിയിൽ നഗരത്തിലെ വാൽവ് സിസ്റ്റത്തെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ പഠിക്കാതെ അരുവിക്കര ഓഫ് ചെയ്യുന്ന ഒരു സ്ഥിതി വന്നതാണ് ഈ ക്രൈസിസിന് കാരണമായിട്ടുള്ളത്. അപ്പോ നമ്മളെ ജലസംവിധാനത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള സ്കെച്ചും മറ്റു കാര്യങ്ങളും ഒക്കെ നഗരത്തിലുണ്ടല്ലോ. ഇപ്പൊ പേരക്കട വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ തന്നെ അതിന്റെ രേഖകൾ ലഭ്യമാണ്, ലൈബ്രറിയിൽ ലഭ്യമാണ്. അപ്പൊ ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വലിയ ക്രൈസിസിലേക്ക് നഗരം പോവേണ്ടിയിരുന്നില്ല. മാത്രമല്ല നഗരസഭയെ അടക്കം മറ്റ് ജനപ്രതിനിധികളെ അടക്കം വിളിച്ചിട്ട് ഇത്രയും വലിയ ഒരു വലിയ ക്രൈസിസിലേക്ക് പോകും. അതിനാവശ്യമായിട്ടുള്ള മുൻകരുതൽ എടുക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടില്ല. ഇപ്പൊ വാട്ടർ അതോറിറ്റി അവരുടെ വാട്ടർ ചാർജ് കൃത്യമായി മൊബൈൽ ഫോണിലൂടെ ഞങ്ങളെയൊക്കെ അറിയിക്കുന്നുണ്ടല്ലോ, ജനങ്ങളെ അറിയിക്കുന്നുണ്ടല്ലോ. ആ മൊബൈൽ ഫോൺ വഴി എന്തുകൊണ്ട് കുടിവെള്ള വിതരണം മുടങ്ങുമെന്നുള്ളൊരു അറിയിപ്പ് നൽകിയില്ല. അപ്പൊ അങ്ങനെ ജനങ്ങൾക്ക് കൃത്യമായ ഒരു മുൻകരുതൽ എടുക്കാൻ ആവശ്യമായിട്ടുള്ള സമയം വാട്ടർ അതോറിറ്റി കൊടുത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായ വീഴ്ചയുണ്ട്. ആ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി നൽകണം എന്നുള്ളതാണ് ഞാൻ ആ പരാതിയിലൂടെ സൂചിപ്പിക്കുന്നത്. ഈ ഇത്തരം ഉദ്യോഗസ്ഥർ ഇനി ഈ ചുമതലകളിൽ ഉണ്ടായിക്കൂടാ, അവർ ഇതുപോലെ സംഭവിച്ചെന്നിരിക്കാം അല്ലെ? അങ്ങനെ ഒരു ആശങ്കയുണ്ട്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. ഈ നഗരത്തിൽ നേരത്തെ മേയർ എന്ന നിലയിലും MLA എന്ന നിലയിലും ചുമതല വഹിക്കുന്ന ഒരാളെന്ന നിലയിൽ കൃത്യമായിട്ടുള്ള ആശങ്കയുണ്ട്. ഇത് നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള കൃത്യമായിട്ടുള്ള അലംഭാവമാണ് ഈ പ്രശ്നത്തിനിടയാക്കിയിട്ടുള്ളത്. അത് പരിശോധിക്കുക തന്നെ വേണം. അത് ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു അന്വേഷണവും അതിനാവശ്യമായിട്ടുള്ള നടപടിയുമാണ് വേണ്ടത്. നന്ദി VK പ്രശാന്ത് MLA. അതായത് ഇതിപ്പോൾ MLA അത് അതിശക്തമായ ഭാഷയിൽ തന്നെ അദ്ദേഹം പറയുന്ന കാര്യം ഉദ്യോഗസ്ഥരാണ് അല്ലെ, ഉദ്യോഗസ്ഥരുടെ പ്രശ്നമുണ്ട്. ഒരു ചെറിയ തോതിൽ പരിഹരിക്കാവുന്ന ഒരു വിഷയം ചിലപ്പോൾ ഒരു 10-24 മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കാവുന്ന, അത് നഗരവാസികൾ സഹിക്കും. കാരണം ചില മെയിൻ്റനൻസിന്റെ ഭാഗമായി അങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അത് ഈ 4 ദിവസത്തേക്ക് നീളുക, അതും 44 വാർഡുകളിൽ. MLA പറഞ്ഞതുപോലെ നേമത്ത് മാത്രം നടന്ന ഒരു അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി 44 വാർഡുകളിലെ ജനത്തിന്റെ കുടിവെള്ളം മുട്ടിക്കുക എന്ന് പറയുന്നത് ചെറിയ സംഭവമല്ല. അത് കൃത്യമായി വേണം. മന്ത്രിക്ക് രേഖാമൂലം മറുപടി പരാതി നൽകുമെന്നാണ് ഇപ്പോൾ MLA പറഞ്ഞത്. ഉദ്യോഗസ്ഥർക്കെതിരെ രേഖാമൂലം അരുണ് അങ്ങനെ ഒരു പോരിലേക്ക് കൂടി, അതായത് ഉദ്യോഗസ്ഥർക്കെതിരെ MLA രംഗത്ത് വരുന്നു, വാട്ടർ അതോറിറ്റിക്കെതിരെ അദ്ദേഹത്തിന്റെ ആക്ഷേപം. അങ്ങനെ അരുൺ അവിടെ സംസാരിക്കുന്ന ഒരു വീട്ടമ്മയുമായി അരുണിലേക്ക്. കുഴൽ കിണറിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു തൊണ്ടയ്ക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും. വെള്ളം ഉപയോഗിച്ച് ശീലമില്ലാത്തണ്ടായിരിക്കും അല്ലേ? വെള്ളം മാറുമ്പോഴാണ് അങ്ങനെ. ഈ 4 ദിവസം ശരിക്കും എന്ത് ചെയ്യും? നമുക്ക് ചിന്തിക്കാൻ പറ്റും. എങ്ങനെയാണ് ഇവിടെ ജീവിച്ചത് 4 ദിവസം? അയ്യോ, 4 ദിവസം എന്താണെന്നാണെങ്കിൽ ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞാണ്. ഹിരണ്യയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് അടുത്ത ഒരാഴ്ച കഴിഞ്ഞപ്പം തന്നെ ഈ മുട്ട് നീര് വന്ന് അങ്ങനെ 2 ഓപ്പറേഷൻ ഇപ്പം കഴിഞ്ഞതാണ്. അങ്ങനെ ആളിന്റെ കുറെ ദേഷ്യങ്ങൾ എന്റില്
ആ ബുദ്ധിമുട്ടെല്ലാം എന്റെ കൂടെ കാണിക്കും. ഭയങ്കര ദേഷ്യം, അങ്ങനെ ഭയങ്കര ഇതായിരുന്നു. ആഹാരത്തിനൊക്കെ എന്ത് ചെയ്തു? ആഹാരത്തിന് എന്ന് വെച്ചാൽ ഈ പാത്രം കഴുകാതെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. പാത്രം വെള്ളം ഉണ്ടെങ്കിലല്ലേ കഴുകാൻ പറ്റൂ. പിന്നെ പല്ല് തേക്കാനാ ഒന്നിനും വെള്ളം കിട്ടുന്നില്ല. ആഹാരം പുറത്ത് വാങ്ങിച്ചോ? ആഹാരം ഇവിടെ ആറ്റുകാല ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയി വാങ്ങിക്കും. ഞങ്ങളൊക്കെ വാങ്ങിക്കുന്നവരല്ല, ഞങ്ങൾ വീട്ടിലുണ്ടായി കഴിക്കുന്ന ആൾക്കാർ. വെള്ളം എടുക്കാൻ അപ്പുറത്ത് 2 വീടിനപ്പുറം പോയി അല്ലേ? അവിടെ നമ്മൾ അവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കണ എന്തിനാ? ഒരു 2 കലവറ്റ എടുത്ത് കുഴക്കിണറുണ്ടോ തോന്നല്ലേ അവിടെ? ആ ചേച്ചി പറയാൻ എടുത്തോളാൻ പറയാം. എന്നാലും ഒരു വീട്ടിൽ പോണേന് നമുക്കൊരു ഇതുണ്ടല്ലോ. പാത്രമൊക്കെ ഒരുപാട് കഴുകാനുണ്ടെന്ന് തോന്നുന്നല്ലേ? എല്ലാം ഇപ്പൊ എന്തോ കിട്ടിയണക്ക് വാരിക്കൊണ്ടിട്ടിരിക്കണം. സ്വർഗം കിട്ടിയ പോലെ വെള്ളം കിട്ടിയ പോലെ ഇപ്പൊ ആയി. വെള്ളം എല്ലാം ഒന്നിനും ഒക്കില്ല. വേറെ എന്തില്ലെങ്കിലും നമുക്ക് സഹിക്കാം, വെള്ളം ഇല്ലെങ്കിൽ ഒന്നിനും പറ്റൂല. ഇപ്പൊ മനസ്സിലായി. 4 ദിവസം അനുഭവിച്ചു. അപ്പൊ കൊറേ കഷ്ടപ്പാടില്ല. പിന്നെ ആളിന്റെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന്റെ ഇതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് കാണിച്ചു. ഇപ്പൊ എന്റെ കൂടിയാണ് ദേഷ്യം കാണിക്കണം. അത്ര വെള്ളം കിട്ടാതെ അങ്ങനെ പല പ്രശ്നവും ഉണ്ടാവും. അതാണ് രഞ്ജിത്ത്, ഈ 4 ദിവസം കുടിവെള്ളം കിട്ടാതെ ഒരു വീട്ടമ്മയുടെ അവസ്ഥയാണ്. പാത്രങ്ങളൊക്കെ വാരി ഇങ്ങനെ പുറത്ത് കഴുകാൻ ഇട്ടിരിക്കുകയാണ്. അടുത്ത ഭക്ഷണം പുറത്ത് വാങ്ങി 4 ദിവസം കഴിച്ച സാഹചര്യമാണ് അവർക്കുണ്ടായത്. അതുപോലെ 2 വീടിനപ്പുറത്ത് കുഴക്കിണറുള്ള വീട്ടിൽ നിന്ന് പോയി വെള്ളമെടുക്കുന്ന സാഹചര്യം നമുക്കറിയാം. പണ്ടൊക്കെ ഈ പഞ്ചായത്ത് കിണറും അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നുമില്ല. പൂർണ്ണമായും തലസ്ഥാന നഗരം ഇങ്ങനെ ഞങ്ങള് 2 പാത്രം പിടിച്ചു വെച്ചേനായിരുന്നു. ഉള്ള പാത്രത്തിൽ ടാങ്കറിലും കൊണ്ടുവന്നില്ല. ഇല്ല, ഈ റൂട്ടിൽ വന്നതേ ഇല്ല. കൌൺസിലർ എല്ലാരും പറയണം അങ്ങനെ വന്ന് എല്ലാരും എടുക്കണമെന്ന് പറയണം. ഇവിടെ വന്നിട്ടില്ല. കൌൺസിലർ ആരാണത്? അതിന് കുഴപ്പമില്ല, അതിനൊന്നും പറയണ്ട. നമുക്ക് ഉപകാരം ചെയ്യണ കുട്ടി തന്നെ. പിന്നെ നമ്മളും പോയി പറഞ്ഞില്ല. നമ്മളെ ചുറ്റും കൂടെ ഉണ്ട്. ടാങ്കറിലും വന്നില്ല. ഇല്ല, ടാങ്കറിൽ ഇവിടെ വന്നില്ല വെള്ളം. അപ്പുറത്തെ റോഡിലായിട്ട് വന്നാന്ന് അറിഞ്ഞൂടാ. ഇതാണ് അവസ്ഥ. രഞ്ജിത്ത്, നമുക്ക് സാധാരണഗതിയിൽ അങ്ങനെ ഈ കുടിവെള്ളം പൊതു കിണറുകളും പൊതു ടാപ്പുകളും ഒക്കെ ഉണ്ട്. അതൊന്നുമില്ലാത്ത സംവിധാനങ്ങളിലേക്ക് മാറുന്നു. പൂർണ്ണമായും ഈ നഗരസഭ നൽകുന്ന, സർക്കാർ നൽകുന്ന കുടിവെള്ളത്തെ മാത്രം ആശ്രയിച്ച ഈ തലസ്ഥാന ജനങ്ങളുടെ ഭൂരിഭാഗം പേരുടെയും ജീവിതം. വളരെ ചുരുക്കം പേരാണ് വീടുകളിൽ കിണറുള്ളതും അല്ലെങ്കിൽ കുഴക്കിണറും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാം ഈ നഗരസഭയും ഈ കുടിവെള്ള വാട്ടർ അതോറിറ്റിയെയും ഒക്കെ ഇങ്ങനെ ആശ്രയിച്ച് ജീവിച്ചു പോകുന്നവർ പൊടുന്നനെ അതിന് ഒരു തടസ്സമുണ്ടാകുമ്പോൾ അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത ദുരിതമാണ്. നമ്മളത് അനുഭവിച്ചറിയുന്ന ആളുകളുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കാണുന്നത്. കഴിഞ്ഞ 4 ദിവസവും അത്തരത്തിലവർ ബുദ്ധിമുട്ടുകയായിരുന്നു. അതിൽ നിന്നൊരു വലിയൊരു മാറ്റം ഇവിടെ ആറ്റുകാൽ ഐരാണിമുട്ടം ഭാഗത്തൊക്കെ ഉണ്ടാകുന്നുണ്ട്. നേരത്തെ VK പ്രശാന്ത് MLA തന്നെ സൂചിപ്പിച്ച പോലെ വട്ടിയൂർക്കാവ് 3-ാം വാർഡ് ഭാഗത്തൊന്നും ഇപ്പോഴും കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ട്. ഇനി ഉച്ചയോടുകൂടിയെങ്കിലും പൂർവ്വസ്ഥിതിയിലാകുമെന്ന പ്രതീക്ഷയാണ് MLA തന്നെ പങ്കുവയ്ക്കുന്നത്. രൂക്ഷ വിമർശനമാണ് ഇന്നലെയും MLA ഉദ്യോഗസ്ഥർക്കെതിരെ. അതായത് നിയമഭാഗത്ത് പണിയടക്കുമ്പോൾ നഗരത്തിന്റെ മുഴുവൻ കുടിവെള്ളം മുട്ടിക്കുന്നതെന്ന ചോദ്യം ഭരണകക്ഷി MLA തന്നെ ഉന്നയിക്കേണ്ട സാഹചര്യം വന്നു. മേയറും മന്ത്രിയുമൊക്കെ രാത്രിയും പൂർണ്ണസമയോടെ അവിടെ നിന്ന് ഈ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ നിർബന്ധിതരായി. ശിവൻകുട്ടിയൊക്കെ മന്ത്രി കഴിഞ്ഞ ദിവസം രാത്രി വന്നിട്ട് വെളുപ്പിന് തിരിച്ചുപോയി വീണ്ടും പകൽ വരുന്ന അങ്ങനെയൊക്കെ ജനപ്രതിനിധികളൊക്കെ ഇറങ്ങി നിന്ന് അവർക്ക് സ്വാഭാവികമാണ്. അല്ലെങ്കിൽ ജനങ്ങളുടെ മുഖത്തെ പോലും നോക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകും. മറ്റെന്ത് ഇല്ലെങ്കിലും കുടിവെള്ളമെങ്കിലും ജനങ്ങൾക്ക് കൊടുക്കണ്ടേ? അതുപോലും മുട്ടുമ്പോൾ സ്വാഭാവികമായി ജനരോഷം ആ തരത്തിലേക്ക് മാറും. അതുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ജനപ്രതിനിധികൾ ഇത് സ്വീകരിച്ചത്. ഏതായാലും ഉദ്യോഗസ്ഥർക്ക് നടപടി ആവശ്യപ്പെടുമെന്ന് ഇപ്പോൾ MLA VK പ്രശാന്ത് വ്യക്തമാക്കി കഴിഞ്ഞു. അത്തരത്തിൽ വലിയ പ്രതിഷേധവും പ്രശ്നങ്ങളും ഒക്കെ ഇവിടെ തുടരുന്നുണ്ട്. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട തുടർ പ്രതികരണങ്ങൾ എങ്ങനെയാണ് ഈ പ്രതിസന്ധി ഇനി പരിഹരിക്കാൻ പോകുന്നത്, ഇനിയും ഇത്തരം സംശയങ്ങളുണ്ടായാൽ എങ്ങനെ അതിൽ നിന്ന് മറികടക്കും, പകരം സംവിധാനങ്ങൾ ഏത് തരത്തിൽ സർക്കാർ നടപ്പാക്കുമെന്ന കാര്യമൊക്കെ ഇപ്പോൾ തന്നെ ചർച്ചയായി ഉയരുന്നുണ്ട്. ഈ കുറ്റക്കാർക്കെതിരെ എന്ത് നടപടിയാകും MLA പരാതിയിൽ മന്ത്രി സ്വീകരിക്കാൻ പോകുന്നത്, യഥാർത്ഥ വീഴ്ച ആർക്ക് പറ്റി, എന്ത് പറ്റി, എങ്ങനെ പറ്റിയെന്ന കാര്യങ്ങളിലൊക്കെ കൂടുതൽ ചർച്ചകൾ സ്വാഭാവികമായും വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നും ഉറപ്പാണ്. വെള്ളമൊക്കെ വന്നോ? ആണോ? എങ്ങനെ കടയും വീടൊക്കെ ആയിട്ട് ഉണ്ടല്ലേ? ഇവിടെ വരാമോ? ഒന്ന് വരാമോ? കുഴപ്പമില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇന്നലെ മെനഞ്ഞാന്ന് മറ്റേ കൗൺസിലർ ടാങ്ക് വെള്ളം കൊണ്ടുവന്ന് ഇവിടെ ടാങ്കിൽ കൊണ്ടുവന്നു. രാത്രിയോടെ വെള്ളം വന്നല്ലേ? ഇന്ന് രാത്രിയോടെ വെള്ളം വന്നു.
ആശ്വാസമായി ആദ്യമായിട്ടാണല്ലോ ഇവിടേക്ക് ഇങ്ങനെ വെള്ളം ഇവിടെ അല്ലെങ്കിൽ രാവിലെ പോയാലും പിറ്റേന്ന് ഇങ്ങനെ വരണതാണ്. ഇതിപ്പോ ഇത്രയും ദിവസമായത് ആദ്യമായിട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടായി. അതുകൊണ്ട് രഞ്ജിത്ത് അവരുടെ മുഖത്തൊക്കെ ഒരു ചിരിയ ഈ 4 ദിവസം കുടിവെള്ളമില്ലാതെ തിരിച്ചു വന്നതിൽ സന്തോഷമുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ആ ഒരു സന്തോഷം അനുഭവിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇനിയും ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ്. ഇനിയും ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാത്ത പ്രശ്നമുള്ള പ്രദേശങ്ങളുണ്ട്. നിയമമായാലും വട്ടൂർക്കാവായാലും ഒക്കെ അങ്ങനെ ആ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇതിന്റെ ഉത്തരവാദികളാരാണ്? വെള്ളം കിട്ടിക്കഴിഞ്ഞ ഉത്തരവാദികളാരാണ്? കുറ്റക്കാരാരാണ്? അവർക്ക് എതിരെ എന്ത് നടപടി ബന്ധപ്പെട്ടവർ സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും വലിയ പ്രതിസന്ധിയിൽ നിന്ന് ഒരു ചെറിയ ആശ്വാസം ജനങ്ങൾക്കുണ്ട്. പക്ഷേ MLA വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. MLA പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്. വിട്ടുകൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. 5 ലക്ഷത്തിലധികം ആൾക്കാരെയാണ് ഇത് ബാധിച്ചിരുന്നത്. വേണ്ട രീതിയിലുള്ളൊരു മുൻകരുതലുകൾ എടുത്തില്ല എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു പ്രശ്നമാണിത്. തീർച്ചയായും അത് ഒരു ചെറിയ പ്രതിസന്ധി, ചെറിയൊരു പ്രശ്നം, അതൊരു പർവ്വതീകരിക്കപ്പെട്ടു, അല്ലെങ്കിൽ അത് സൂചി കൊണ്ടെടുക്കാവുന്നത് തൂമ്പ കൊണ്ടെടുത്തു എന്നൊക്കെ നമ്മുടെ നാട്ടിൽ വാൽവുകൾ മാത്രം അടയ്ക്കേണ്ടിയിരുന്ന പ്രശ്നമാണ്, അല്ലെങ്കിൽ അങ്ങനെ വാൽവുകൾ അടച്ച് മാത്രം പണി ചെയ്യേണ്ടിയിരുന്ന ഒരു സാഹചര്യത്തിൽ പമ്പിംഗ് നിർത്തിയതാണ് ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക് പോയത്. അതെ, അത് ആരുടെ അനാസ്ഥയാണ് എന്നതിനെയും നമുക്ക് അന്വേഷിച്ചു കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും ഉദ്യോഗസ്ഥരെയാണ് MLA കുറ്റപ്പെടുത്തുന്നത്. പരാതി കൊടുക്കുകയാണ്. മന്ത്രിക്ക് രേഖാമൂലം പരാതി കൊടുക്കാൻ ഒരുങ്ങുന്ന സാഹചര്യം കൂടി ചേർത്ത് വായിക്കണം. വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ഇടവേള. അത് മാമിക്കും നല്ല റോൾ ഉണ്ടായിരുന്നു അതിൽ. SFI വനിതാ നേതാവിന് നൽകിയ അധിക മാർക്ക് ഗവർണർ റദ്ദാക്കി. നടപടി കാലിക്കറ്റ് സർവകലാശാലയിൽ മുൻ വനിതാ നേതാവിന് 8 വർഷങ്ങൾക്ക് ശേഷം കൂട്ടി നൽകിയത് 17 മാർക്ക്. മണിപ്പൂർ വീണ്ടും അശാന്തം. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 7. രാജ്യവാർത്ത നിഷേധിച്ച് മുഖ്യമന്ത്രി ബൈരൻ സിംഗ്. ദക്ഷിണ ചൈനയിൽ കനത്ത നാശം വിതച്ച് യാഗി കൊടുങ്കാറ്റ്. മരണം 4. 10 ലക്ഷത്തോളം പേരെ ഒഴിപ്പിച്ചു. ഫിലിപ്പീൻസിൽ മരിച്ചത് 16 പേർ. US ഓപ്പൺ വനിതാ സിംഗിൾസിൽ അരീന സബലൈങ്കയ്ക്ക് കിരീടം. പരാജയപ്പെടുത്തിയത് US-ന്റെ ജെസിക്ക പെഗുലെ. കീഴടക്കിയത് ട്രൈ ബ്രേക്കർ പോരാട്ടത്തിൽ. ADGP RSS കൂടിക്കാഴ്ചയിൽ സർക്കാരും CPIM-ഉം ഊരാക്കുടുക്കിൽ. MR അജിത് കുമാറിനെതിരെ നടപടിയുടനെന്ന് സൂചന. കൂടിക്കാഴ്ചയിൽ CPI-ക്കും അമർഷം. നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷവും. മാമി തിരോധാന കേസിന്റെ ചുരുളഴിയുമോ? ഇന്ന് തുടരന്വേഷണം ആരംഭിക്കും. മാമി ഇടപെട്ട ഭൂമി ഇടപാട് പരിശോധിക്കണമെന്ന് കുടുംബം. മുഖ്യമായുള്ള ഇടനിലക്കാരൻ മാമിയായിരുന്നു എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. 300 CR-ന്റെ ഡീലായിരുന്നു ആ സംഭവങ്ങളൊന്നും നമുക്കറിയാം. അത് പബ്ലിക്കായിട്ട് അറിയുന്ന കാര്യങ്ങളാണല്ലോ. അത് മാമിക്കും നല്ല റോൾ ഉണ്ടായിരുന്നു അതിൽ. SFI വനിതാ നേതാവിന് നൽകിയ അധിക മാർക്ക് ഗവർണർ റദ്ദാക്കി. നടപടി കാലിക്കറ്റ് സർവകലാശാല. മോർണിംഗ് വൈബ്സിൽ നമുക്ക് മറ്റു ചില രാഷ്ട്രീയ വാർത്തകളിലേക്ക് പോകണം. കാരണം കേരളം കുറേ നാളായി ചർച്ച ചെയ്യുന്നത് PV അൻവറിന്റെ ഓരോ ദിവസത്തെയും ഓരോ വെളിപ്പെടുത്തലുകൾ. അതിന്റെ സത്യം എന്താണ്, അസത്യം എന്താണ്, അയാൾ പറയുന്നതൊക്കെ ശരിയാണോ എന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും സമൂഹത്തിൽ പല വിധത്തിലുള്ള ചർച്ചകളും ചിന്തകളുമുണ്ട്. ഓരോ ആരോപണങ്ങൾ ഓരോ ദിവസവും കൊണ്ടുവരും. ഇന്നലെയാണെങ്കിലും മലപ്പുറത്ത് അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരിശോധിക്കുന്നു. അത് സുജിദാസ് ഉണ്ടാക്കിയ പോലീസ് സ്റ്റേഷനാണെന്ന് പറയുന്നു. അത് ഒരു MLA നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? MLAക്ക് ഒരുപാട് അധികാരമുണ്ട്. പരിശോധിക്കാൻ ഏത് ഉദ്യോഗസ്ഥനും ഏത് സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കും ജനപ്രതിനിധിക്കും ഏത് ഓഫീസിലും കയറി പരിശോധിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇതൊരു കൗതുകമുള്ളതും വിചിത്രവുമൊക്കെ തോന്നുന്ന പല പ്രവർത്തികളും PV അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അപ്പോൾ ഇന്ന് ഈ അൻവറിന്റെ വെളിപ്പെടുത്തലിൽ ഫേസ്ബുക്കിൽ പരോക്ഷ വിമർശന പോസ്റ്റുമായി CPM മലപ്പുറം മുൻ ജില്ലാ സെക്രട്ടറി PP വാസുദേവൻ. അതായത് ഇന്നലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇത് CPM-നെ ഇത്തരം കാര്യങ്ങളോട് കൂട്ടിക്കെട്ടണ്ട എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിക്കെതിരെയാണ് ആ
വാക്ക്, അതായത് സർക്കാർ ചെയ്യുന്ന ചെയ്തികൾക്ക് പൂർണ്ണമായും പാർട്ടി ഉത്തരവാദിയല്ല. കാരണം സാധാരണക്കാരായ ലക്ഷോപലക്ഷം പാർട്ടി പ്രവർത്തകരെ വല്ലാത്ത തരത്തിൽ സർക്കാരിനെതിരെ ചിന്തിപ്പിക്കുന്നതാണ് അൻവറിന്റെ പല വെളിപ്പെടുത്തലുകളും. അത് അൻവർ ഇങ്ങനെ പബ്ലിക് ഡൊമൈനിൽ വന്ന് സംസാരിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യം വേറൊരു തലത്തിൽ നിൽക്കുന്നു. അവിടെയാണ് പി വാസുദേവനെ പോലെ മലപ്പുറത്തെ മുതിർന്ന ഒരു നേതാവ് വിമർശനവുമായി വരുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മ പിതാമഹനെ വീഴ്ത്തിയത് ശിഖണ്ഡിയെ മുൻപിൽ നിർത്തിയാണ്. ഉന്നം വേറെയാണ്, ജാഗ്രത എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പോസ്റ്റ്. ശേഷം ആരെയും ഒരു പ്രശ്നത്തെയും മാത്രം മനസ്സിൽ കണ്ടല്ല എന്നും ഉറങ്ങുന്നവരെ ഉണർത്താം, എന്നാൽ ഉറക്കം നടിക്കുന്നവരെയോ എന്ന ചോദ്യം ഉയർത്തുന്ന മറ്റൊരു കുറിപ്പും അദ്ദേഹം പോസ്റ്റ് ചെയ്തു. ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ പി വാസുദേവന്റെ പോസ്റ്റ് മലപ്പുറത്ത് വല്ലാത്ത തരത്തിൽ അണികൾക്കിടയിൽ വലിയ ചർച്ചയായി മാറുന്ന പശ്ചാത്തലം കൂടി എന്നോട് ചേർത്ത് വായിക്കണം. അങ്ങനെ ഓരോ ദിവസവും ഓരോ തലത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളത് യാദർച്ഛികമല്ല. കാരണം എതിർപ്പുകൾ കാര്യമായി തന്നെ അൻവറിനെതിരെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. CV അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ്, പാർട്ടിയുടെ പിന്തുണയോടുകൂടിയല്ല, പൂർണ്ണ പിന്തുണയല്ല, പക്ഷേ ഈ സൈബർ അണികളുടെ അടക്കം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതുപോലെ വലിയ പിന്തുണ അൻവറിനുണ്ട്. അൻവറിനെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. പാർട്ടി സെക്രട്ടറിയും ഒരു പരിധിവരെ അൻവറിനൊപ്പം എന്ന പ്രതീതി ജനിപ്പിക്കുന്നു. അതിനിടയിലാണ് അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട നേതാവ് മുൻ ജില്ലാ സെക്രട്ടറി വിമർശനവുമായി വരുന്നത്. ആ വിമർശനത്തിന്റെ കാതൽ നമുക്ക് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും എന്താണ് ഈ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. എന്താണ് അനുമോദന് മലപ്പുറത്തെ ജേർണലിസം ജീവിതത്തിൽ മനസ്സിലായിട്ടുള്ളത് ഈ വിമർശനവുമായി ബന്ധപ്പെട്ട്? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്, കൃഷ്ണേന്ദു. ഈ ഒരു പോസ്റ്റ് മലപ്പുറത്തെ ഇടതുപക്ഷ നേതാക്കൾ അവരുടെയൊക്കെ മനസ്സിലുള്ള ഒരു പോസ്റ്റാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം പി വാസുദേവൻ മലപ്പുറത്തെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. മലപ്പുറത്ത് അറിയാം, ലീഗിനെതിരെ വലിയ പോരാട്ടങ്ങൾ നടത്തിയാണ് ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനം പിടിച്ചു നിന്നിരുന്നത് ഒരു കാലത്ത്. അന്നേ കാലം മുതൽ ഈ ഒരു മേഖലയിൽ രാഷ്ട്രീയത്തിൽ കറ കളഞ്ഞ കമ്മ്യൂണിസ്റ്റായി ജീവിക്കുന്ന വ്യക്തിയാണ് പി വാസുദേവൻ മാഷ്. അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. കഴിഞ്ഞ ടൈമിലാണ് അദ്ദേഹം ആ ഒരു പദവിയിൽ നുഴഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന് ഈ പോസ്റ്റ് കൃത്യമാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മ പിതാമഹനെ വീഴ്ത്തിയത് ശിഖണ്ഡിയെ മുൻനിർത്തിയാണ്, ഉന്നം വേറെയാണ്, ജാഗ്രത. അത് ആരെ ഉദ്ദേശിച്ചാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയപ്പോൾ ഭീഷ്മ പിതാമഹൻ കുരുക്ഷേത്രത്തിൽ അധർമ്മത്തിന്റെ പക്ഷത്തായിരുന്നു എന്നുള്ള ചോദ്യങ്ങൾ പലരും ഉന്നയിച്ചപ്പോഴാണ് രണ്ടാമത്തെ പോസ്റ്റ് അദ്ദേഹം ഇട്ടത്. ആർക്കും ആരെയും പകരം വെക്കാം, താൻ അതിന് ഉത്തരവാദിയല്ല. ഞാൻ പറഞ്ഞത് ഒരാളെയോ ഒരു പ്രശ്നത്തെയോ മനസ്സിൽ കണ്ടല്ല. ഏതു പ്രശ്നമെടുത്താലും അത് അവസാനം ചെന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് ആർക്കാണ് അറിയാത്തത്. സംശയം ഉന്നയിക്കുന്നത് മനസ്സിലാകാത്തത് കൊണ്ടല്ല, ആത്മനിഷ്ഠമായ സ്വന്തം നിലപാടിന്റെ ഭാഗമാണ്. ഉറങ്ങുന്നവരെ ഉണർത്താം, എന്നാൽ ഉറക്കം നടിക്കുന്നവർ. കൃത്യമാണ് ആ ഒരു പോസ്റ്റിലെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് പാർട്ടിയെ യഥാർത്ഥത്തിൽ PV അൻവറിയുടെ വലിയ പ്രതിസന്ധിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. തള്ളിപ്പറയാനും വയ്യ, ഉൾക്കൊള്ളാനും വയ്യ. ഒരു സ്വതന്ത്ര MLA എന്നതിന്റെ സകലമാന പരമാധികാരവും അൻവർ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്ക് സംസ്ഥാന സെക്രട്ടറിക്ക് പോലും അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ. പാർട്ടിയിലെ ഓരോ മെമ്പർമാരും ഓരോ നേതാക്കളും ഇവിടെ സത്യം പറഞ്ഞാൽ അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ വയ്യാതെ കടിച്ചു പിടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. വ്യക്തിപരമായിട്ട് നമ്മൾ പലരോട് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഈ ഒരു വിഷയത്തിൽ അൻവർ പല പരിധികളും വിട്ടുപോകുന്നതായിട്ടുള്ള ഒരു പ്രതിഷേധമുണ്ട്. ഒരുപക്ഷെ പാർട്ടി വേദികളിൽ സദസ്സുകളിൽ അതൊക്കെ ഉന്നയിച്ചേക്കാം. പക്ഷെ പരസ്യമായ ഇത്തരത്തിലൊരു പ്രതികരണത്തിന് നിലവിൽ കഴിയുകയില്ല. കാരണം സംസ്ഥാന സെക്രട്ടറി പോലും ഈ കാര്യത്തിൽ ഒരു പരിധിക്കപ്പുറം പറയുന്നില്ല. മാത്രമല്ല അൻവർ ഉന്നയിച്ച ചില വിഷയങ്ങൾ അത് അന്വേഷണം പൂർത്തിയാകുന്നത് വരെ വളരെ വാലിഡ് ആയിട്ട് തന്നെ നിലനിൽക്കുന്ന കാര്യമാണ്. അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്താവും നമുക്ക് പറയാനാകില്ല. പക്ഷേ അതുവരേക്കും അദ്ദേഹത്തിന് പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വീകാര്യത, സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സ്വീകാര്യത, ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. അൻവർ ഒരു പ്രസ്ഥാനത്തിനപ്പുറത്ത് ഒരു വ്യക്തി എന്ന നിലയിൽ തന്റെ അടിത്തറ രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു മേഖലയിൽ പ്രസ്ഥാനത്തെക്കാൾ വളർന്നിരിക്കുന്നു. അതൊരു വസ്തുതയാണ്. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പാർട്ടി ഇപ്പോൾ വേണ്ട സമയത്ത് മാത്രം പ്രതികരിക്കാം എന്ന നിലപാടിലേക്ക് എത്തുന്നത്. അപ്പോഴും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കാനാകില്ല. അതുകൊണ്ടാണ് വാസുദേവ മാഷിനെ പോലെയുള്ളവർ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ പലപ്പോഴും പങ്കുവെക്കേണ്ട സാഹചര്യം വരെ ഉണ്ടാകുന്നത്. ഇതിൽ തുറന്നു പറയാനൊന്നും ആരും തയ്യാറല്ല. കാരണം പാർട്ടി ചട്ടങ്ങൾ, പാർട്ടിയുടെ നിയന്ത്രണങ്ങൾ, അതേപോലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി വരെ മിതത്വം പാലിക്കുന്ന വിഷയത്തിൽ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പോകുക എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് സാധ്യമാകുന്ന കാര്യമല്ല. അൻവറിനെ സംബന്ധിച്ച് സ്വതന്ത്ര MLA എന്ന നിലയിൽ എന്ത് നിലയിലും പ്രവർത്തിക്കാം, ഏത് നിലയിലും പറയാം. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ മെറിറ്റ് അത് ആധികാരികമായി പരിശോധിച്ച് അതിൽ പോലീസിന്റെയും
മറ്റ് അന്വേഷണ വിഭാഗങ്ങളുടെയൊക്കെ റിപ്പോർട്ട് വന്ന് അതിനുശേഷമാകും ഒരുപക്ഷെ വലിയ ഒട്ടിത്തെറികളിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുക. എന്താണെങ്കിലും മലപ്പുറത്തെ ഇടതുപക്ഷത്തിൽ പ്രത്യേകിച്ച് CPM-നുള്ളിൽ അൻവർ ഉണ്ടാക്കിയ വിവാദങ്ങൾ പുകഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അത് ആളി കത്തുമോ അതോ കെടുത്തുമോ എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. ഒരുപക്ഷെ ആരെങ്കിലും തുറന്നു പറയാൻ തയ്യാറാകുന്ന സാഹചര്യം വരെ ഉണ്ടായേക്കും. ഈ അൻവറിന്റെ നീക്കങ്ങൾ ഇനിയുള്ളത് പ്രധാനമാണല്ലോ. ഇന്നലെ നമ്മൾ കണ്ടത് അവിടെ പോലീസ് സ്റ്റേഷൻ പരിശോധിക്കുന്നു, സുജിത്ദാസിനെ വിടുന്നില്ല, ADGP-ക്കെതിരെ വീണ്ടും വിമർശനം ഉന്നയിക്കുന്നു, ഉച്ചയ്ക്ക് പറയുന്നു രാഷ്ട്രീയമായ വിമർശനങ്ങൾക്കില്ല, വൈകിട്ട് വീണ്ടും അതേ മറ്റു കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസവും അൻവർ ഓരോ കാര്യങ്ങളുമായി വരുന്നു, പാർട്ടിക്ക് പ്രതിസന്ധിയിലാക്കുന്നു. നേരത്തെ അനുമോദ് പറഞ്ഞതുപോലെ. പക്ഷേ അനുമോദ് പറഞ്ഞ ഈ ആരോപണങ്ങളുടെ വിശ്വാസ്യത അതൊരു പ്രശ്നമാണ്. ഈ എല്ലാ പോലീസിനെതിരെ പറയുന്ന കാര്യങ്ങളും കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന നമ്മൾ കണ്ടതാണ്, പീഡന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ പ്രചരിച്ചതുമൊക്കെ. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു വിശ്വാസ്യത എത്രത്തോളം ഗൗരവമായി നമ്മുടെ പോലീസ് തന്നെ ഈ ആരോപണങ്ങൾ എടുക്കുന്നുണ്ട് എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉണ്ടല്ലോ. തീർച്ചയായും അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രിക്കെതിരെ എഴുതി കൊടുത്ത പരാതികളിൽ അദ്ദേഹത്തിന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം, ഒരുപക്ഷെ ഞാൻ പറഞ്ഞതിൽ അപ്പുറത്തുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം കാര്യം അദ്ദേഹം ഹാജരാക്കിയത് സുജിത്ദാസ് സംസാരിച്ച ആ ശബ്ദ സന്ദേശം മാത്രമാണ്, റെക്കോർഡ് ചെയ്ത സന്ദേശം മാത്രമാണ് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് മറ്റ് വീഡിയോ സന്ദേശങ്ങളോ ശബ്ദ സന്ദേശങ്ങളോ തെളിവുകളോ അദ്ദേഹം കൈമാറിയതായിട്ട് പ്രാഥമികമായിട്ട് എനിക്ക് വ്യക്തമായിട്ടില്ല. ഒരുപക്ഷെ ഉണ്ടായേക്കാം, ഉണ്ടാകാതിരിക്കാം. അതുതന്നെയാണ് ഇവിടെ പാർട്ടി നേതാക്കൾ പറയുന്നതിൻ്റെ ഒരു പ്രധാന പ്രശ്നം അതാണ്. എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന ചോദ്യത്തിന് വെറും ആരോപണങ്ങൾ മാത്രം വെച്ച് നടപടി എടുക്കാനാകില്ല, തെളിവുകൾ വേണം. തെളിവുകളില്ലാതെ ഒരു ADGP-യെ പോലെയുള്ള ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെതിരെ നടപടി സാധ്യമല്ല. സുജിത്ദാസിനെ സസ്പെൻഡ് ചെയ്തതിന്റെ കാരണം അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണത്തിൽ അദ്ദേഹം മുതിർന്ന സർവീസിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെയും സമാന ഉദ്യോഗസ്ഥരെയും ഒക്കെ മോശമായി സംസാരിച്ചു, ചട്ടലംഘനം നടത്തി. ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്റെ മാന്യതയ്ക്ക് ഉതകുന്ന തരത്തിലല്ല അദ്ദേഹം MLA-യുമായി സംസാരിച്ചത്. ആ ഒരു സിവിൽ സർവീസിന്റെ ശോഭ കെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു നില മറന്ന് അദ്ദേഹം സംസാരിച്ചു എന്നുള്ള ചില കാര്യങ്ങൾ കണ്ടെത്തിയാണ്. അതാണ് ആ സസ്പെൻഷന്റെ പിന്നിലുള്ളത്. രണ്ടാമതായിട്ട് അദ്ദേഹം ഉന്നയിച്ച ഓരോ പ്രശ്നങ്ങൾ, റിദ്വാൻ ബേസിൽ വധമാവട്ടെ, സ്വർണ്ണക്കടത്ത് കേസാവട്ടെ, ASIയുടെ ആത്മഹത്യയെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാവട്ടെ, അതേപോലെ ADGP-ക്കെതിരെ സ്വത്ത് സമ്പാദന കേസാവട്ടെ, ഈ വിഷയങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം നടത്തിയതിന് ശേഷമേ പോലീസ് അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുള്ളൂ. കാരണം ഉന്നയിച്ച ആരോപണങ്ങൾ അതീവ ഗുരുതരമാണ്. ADGP-ക്കെതിരെയാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ADGP-ക്കെതിരെ ഈ ഒരു RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെ തുടർന്ന് ഉണ്ടായ പ്രശ്നങ്ങൾ അത് മറ്റൊരു തലത്തിലേക്ക് ഈ വിവാദങ്ങളെ കൊണ്ട് എത്തിക്കുമോ എന്ന് പറയാനാകില്ല. എങ്കിൽ പോലും അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലെ വസ്തുത എത്രമാത്രമുണ്ടെന്ന് ബോധ്യപ്പെടാതെ നമുക്ക് ഈ വിഷയത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതികരണം പ്രതീക്ഷിക്കാനാകില്ല. പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത് വിഷയത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും അത് നിയമപരമായിട്ട് നിലനിൽക്കുമോ എന്ന് പോലും സംശയിക്കുന്ന കാര്യമാണ്. കാരണം പോലീസ് ഉദ്യോഗസ്ഥർക്ക് 15% ഈ സ്വർണം പിടിച്ചു കൊടുത്താൽ റിവാർഡ് കിട്ടും, അത് വാങ്ങിച്ചാൽ പോരെ, അതിനു പകരം ഈ സ്വർണം എന്തിനാണ് ഉരുക്കി കൊണ്ടുപോകുന്നത്, അത് സ്വർണം തട്ടിയെടുക്കാനാണെന്നുള്ള ആരോപണങ്ങളൊക്കെ പ്രാഥമികമായിട്ട് നമുക്ക് അന്വേഷിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ 15% റിവാർഡ് കിട്ടില്ല എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണം മനസ്സിലായത്. അൻവർ അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട് ആ ഒരു നിഗമനം. അതേപോലെ തന്നെ ഈ ഒരു 102 CRPC പ്രകാരം ഒരു തൊണ്ടി മുതൽ അതെന്താണെന്ന് ബോധ്യപ്പെടുത്തി മാത്രമേ കോടതിയിൽ ഹാജരാക്കാനാകൂ. ഇത് സ്വർണ്ണമിശ്രിതമാണെന്ന് പറഞ്ഞ് കോടതിയിൽ കൊണ്ടുപോയാൽ നിൽക്കില്ല. അപ്പോൾ അതിനുള്ളിൽ സ്വർണ്ണം പലപ്പോഴും ക്യാപ്സുൾ രൂപത്തിൽ ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചാണ് ഈ സ്വർണം കടത്തുന്നത്. അപ്പോൾ അത് ഉരുക്കി എന്താണെന്ന് ബോധ്യപ്പെടുത്തിയേ കോടതിയിൽ ഹാജരാക്കാനാകുള്ളൂ. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ നിയമപരമായിട്ടുണ്ട്. അൻവർ ഇതിനൊക്കെ തള്ളിക്കളയുന്നുണ്ട്. എങ്കിൽ പോലും അപ്പോൾ ഈ പോലീസിന്റെ അന്വേഷണത്തിൽ വേണം ഈ കാര്യത്തിൽ നിയമപരമായിട്ട് ഈ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ നിലനിൽക്കുന്നതാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാകാൻ. അപ്പോൾ എന്താണെങ്കിലും ഇതിൽ അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ അന്വേഷണമാണ് പ്രധാനം. മരമുറി കേസ് അടക്കമുള്ള വിഷയം, അതായത് SP ഓഫീസിലെ മരമുറി കേസ് അടക്കമുള്ള വിഷയങ്ങൾ ഇതിൽ വരും. അപ്പോൾ അതിനുശേഷമേ പാർട്ടിക്ക് യഥാർത്ഥത്തിൽ ഇതിലൊരു വ്യക്തമായ ഒരു പരസ്യ നിലപാട് സ്വീകരിക്കാനാകൂ എന്നുള്ളതാണ് വസ്തുത. കാരണം ഉന്നയിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നടപടിയെടുക്കേണ്ടത് തന്നെയാണ്. അതിലേക്ക് പാർട്ടി സർക്കാർ നീങ്ങുകയും ചെയ്യും. പക്ഷേ അതുവരേക്ക് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ, ഇന്നലെ ഇപ്പോൾ മാമിയുടെ വീട്ടിൽ പോയി അവിടെ നിന്ന് അദ്ദേഹം രേഖകൾ പരിശോധിച്ചു, മാധ്യമങ്ങളെ കണ്ടു, വൈകുന്നേരം കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷനിലെത്തി അവിടുത്തെ കെട്ടിടം പരിശോധിക്കുന്നു. അപ്പോൾ സാധാരണ പാർട്ടിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ വളരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതികരണമായിട്ട് വേണം PP വാസുദേവൻ മാഷയുടെ ഈ പോസ്റ്റിനെ കാണുവാൻ. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാർട്ടി അൻവർ വിഷയത്തിൽ യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ്. ഒരു മുതിർന്ന നേതാവ് സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞത് ഭസ്മാസുരന് വരം കൊടുത്ത അവസ്ഥ എന്നുള്ളതാണ്. അതിവിടെ പറയുന്നത് തികച്ചും സ്വകാര്യമായ ഒരു വിഷയമാണെങ്കിലും ഈ വിഷയവുമായി താരതമ്യം ചെയ്യാവുന്ന ഒരു ഉപമയായതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് CPM നേരിടുന്നത്. കാരണം പാർട്ടിക്കും അതീതനായി അൻവർ
വളർന്നുകൊണ്ടിരിക്കുകയാണ് രഞ്ജിത്ത്. ശരി, അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അൻവർ CPM ഉണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. ഇവരുടെയൊക്കെ ആനുകൂല്യം എന്ന് പറയുന്നത് സ്വതന്ത്ര MLA-മാരാണ്. അവർക്ക് പാർട്ടിക്ക് നടപടിയെടുക്കാൻ സാധിക്കില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെക്കാം, ഒന്ന് അടക്കാൻ ശ്രമിക്കാം, എന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അൻവർ മുതലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ അനുവാദമില്ലാതെ നിർമ്മിച്ചുവെന്ന് ആക്ഷേപം ഉന്നയിച്ച മലപ്പുറം കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷനിലെ കെട്ടിടം PV അൻവർ MLA സന്ദർശിച്ചിരുന്നു. സർക്കാർ അനുമതിയില്ലാതെ കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷന്റെ വളപ്പിൽ കെട്ടിടം നിർമ്മിച്ചു. വ്യാപക പണപ്പിരിവ് നടത്തിയെന്ന ആരോപണവും മുൻ SP സുജിത് ദാസിനെതിരെ PV അൻവർ ഉയർത്തുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലെത്തി അൻവർ കെട്ടിടം പരിശോധിച്ചു. ഇന്നലെയാണ് അത് സംഭവിച്ചത്. ആ വാർത്തയിലേക്കും ദൃശ്യങ്ങളിലേക്കും. കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷന്റെ വളപ്പിലാണ് മെസ്കം കോൺഫറൻസ് ഹാൾ നിർമ്മിച്ചത്. 2021 ജൂലൈ 7-ന് സുജിത് ദാസാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. സർക്കാർ അനുമതിയില്ലാതെയാണ് കെട്ടിടം നിർമ്മിച്ചതെന്നാണ് പ്രധാന ആരോപണം. കെട്ടിടം കാണാനും രേഖകൾ പരിശോധിക്കാനുമായാണ് PV അൻവർ MLA കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. എന്നാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ രേഖകൾ പരിശോധിക്കാൻ കഴിഞ്ഞില്ല. കെട്ടിട നിർമ്മാണത്തിനായി സുജിത് ദാസ് വ്യാപകമായി പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെന്നും ഇതിലൂടെ വൻ അഴിമതി നടന്നെന്നും അൻവർ MLA പറഞ്ഞു. ഈ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടം ഞാൻ മനസ്സിലാക്കുന്നത് ഗവൺമെന്റിന്റെ ഒരു അനുമതിയും ഇതിനില്ല. വലിയ പണപ്പിരിവ് നടത്തിയിരിക്കുന്നു ഈ പരിസര പ്രദേശത്തെ വ്യാപാരികളോട്. ഈ നാട് നീളെ കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തത് പോക്കറ്റിലാക്കാൻ ഉണ്ടാക്കിയ മറ്റൊരു പദ്ധതിയാണ് ഈ കാണുന്ന ഈ 2 മുറി ബിൽഡിംഗ്. ഇങ്ങനൊരു വൻ അഴിമതി പണമുണ്ടാക്കാനായിട്ട് SP-യുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. എന്റെ അന്വേഷണത്തിൽ ആ തരത്തിലുള്ള സർക്കാരിന്റെ ഒരു ഫണ്ടോ പെർമിറ്റോ ഒന്നുമില്ല. അപ്പോ ആ ബോർഡ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഒരു ഫലകം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് സൂചനയാണ്. മെസ്കം കോൺഫറൻസ് ഹാളിന് നഗരസഭ നമ്പർ നൽകിയിട്ടില്ല. കെട്ടിടം നിർമ്മിച്ച കരാറുകാരന്റെയോ കമ്പനിയുടെയോ പേരില്ല. ASI നിർമ്മാണ മേൽനോട്ടം നടത്തിയെന്നാണ് ശിലാഫലകത്തിലുള്ളത്. ഇത് അനധികൃതമായി നിർമ്മിച്ചതാണെന്ന് അൻവർ ആവർത്തിച്ചു. പ്രത്യേക അന്വേഷണ സംഘം ഈ കെട്ടിട നിർമ്മാണം കൂടി അന്വേഷിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു. ADGP MR അജിത് കുമാറിനെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട് സർക്കാർ ജയിലിലേക്ക് അയക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അൻവർ. അദ്ദേഹത്തിന്റെ സസ്പെൻഷനല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഡിസ്മിസലും അതിൽ നിന്ന് പിന്നീട് ജയിലിലേക്കുള്ള യാത്രയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സസ്പെൻഷൻ എന്താ? അത് ഏത് നിമിഷവും ആർക്കും കിട്ടാവുന്ന ഒരു കാര്യമാണ്. അതിലേ ഇത് അവസാനിക്കുള്ളൂ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചിരിക്കും. കുടിക്കുക മാത്രമല്ല, അവനത് ഛർദ്ദിക്കും ചെയ്യും. യാതൊരു തർക്കവും നിങ്ങൾ കരുതണ്ട. കളക്ടർക്ക് മുൻപിൽ അപേക്ഷിച്ച തോക്കിന് ഉടൻ ലൈസൻസ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അൻവർ MLA കൂട്ടിച്ചേർത്തു. ഗണ്ണില്ലാതെ ഈ ഗണ്ണുകളായിട്ട് മുട്ടാൻ പറ്റില്ലല്ലോ, അറിയാലോ. നമ്മളെ ഞെക്കാൻ വരുന്നവന്റെ അടുത്ത് ഒരുത്തനെങ്കിലും തിരിച്ചു കൊടുക്കാലോ, അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. ന്യൂസ് 18 മലപ്പുറം. ബലാത്സംഗ പരാതിയിൽ നടൻ നിവിൻ പോളിയുടെ പരാതിയിൽ വൈകാതെ മൊഴിയെടുക്കും എന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം നിവിൻ പോളി DGPക്ക് പരാതി നൽകിയിരുന്നു. ആരോപണത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും യുവതിയെ കണ്ടിട്ടില്ലെന്നും ആരോപിക്കുന്നു. സമയത്ത് താൻ ദുബായിൽ ഇല്ലായിരുന്നു എന്നും വ്യക്തമാക്കിയാണ് പരാതി നൽകിയത്. അതായത് ഈ നിവിൻ പോളിയാണ് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ വളരെ ബോൾഡായി മാധ്യമങ്ങളെ കണ്ട് ഇതൊരു വ്യാജ പരാതിയാണ്. പിന്നീട് നമ്മൾ കണ്ട് വിനീത് ശ്രീനിവാസനും പ്രൊഡ്യൂസർ വിശാഖ്, അങ്ങനെ ഒരുപാട് ആളുകൾ നിവിൻ പോളിക്ക് പിന്തുണയുമായി വരികയും ഈ ആരോപണം ഉണ്ടായ ദിവസം നിവിൻ പോളി തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു, ദുബായിൽ പോയിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം യുവതി പറയുന്നത് ഇത് താന് മറ്റൊരു തീയതി ഓർമ്മിക്കാതെ പറഞ്ഞതാണ്, കൂടുതൽ പരിശോധിച്ചാൽ ഇതിന്റെ വ്യക്തത വരുമെന്നും ഈ കേസ് അട്ടിമറിക്കാൻ ഒരു ശ്രമം നടക്കുന്നു എന്നുമാണ്. നവമി ദിനേശന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുക. നവമി, ഇതെന്താണ് പോലീസിന്റെ നീക്കം? മറ്റു പരാതികൾ പോലെ തന്നെ ഗൗരവമായി കാണേണ്ട ഒന്നാണ് എന്ന ഫീല് പൊതുവെ വന്നിട്ടുണ്ടോ നവമി ഈ പരാതിയുമായി ബന്ധപ്പെട്ട്? രഞ്ജിത്ത്, കൃഷ്ണേന്ദു, വെരി ഗുഡ് മോർണിംഗ്. നിവിൻ പോളിയുമായി ബന്ധപ്പെട്ട് 2 പരാതികളാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ളത്. ആദ്യം ഈ പെൺകുട്ടി നൽകിയ പരാതി. അതിൽ പറയുന്നത് വിദേശത്ത് വെച്ച് നിവിൻ പോളി അടക്കമുള്ള പ്രതികൾ തന്നെ ബലാത്സംഗം ചെയ്തു, ഇതിന്റെ ദൃശ്യങ്ങൾ നിവിൻ പോളിയുടെ അടക്കം കയ്യിലുണ്ട്, അത് വെച്ച് തന്നെ ഭീഷണിപ്പെടുത്തി എന്നുള്ള പരാതിയാണ് ആദ്യം പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതിക്കാരി നൽകിയത്. അതിലെന്തായാലും ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം പരാതിക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മറ്റൊരു പരാതി നിവിൻ പോളി നൽകിയതാണ്. ഈ പെൺകുട്ടിയുടെ പരാതികൾക്ക് പിന്നാലെ, ഇത് വാർത്തയായതിന് പിന്നാലെ തന്നെ കൊച്ചിയിൽ നിവിൻ പോളി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ്
മാധ്യമങ്ങളെ കണ്ടതും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞതും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിവിൻ പോളി പറഞ്ഞത് തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണ്. താൻ വിദേശത്ത് പോയിരുന്നു, അതായത് താൻ ചില സിനിമയുടെ ആവശ്യങ്ങൾക്കൊക്കെ വിദേശത്ത് പോയിരുന്നു. പക്ഷെ ഈ പെൺകുട്ടിയെ തനിക്ക് യാതൊരുവിധ പരിചയവുമില്ല. ഈ പ്രതിയാക്കപ്പെട്ട 6 പേരിൽ ഒരാളെ മാത്രം തനിക്കറിയാം. ഈ പെൺകുട്ടി അടക്കം, 1ാം പ്രതിയായിട്ടുള്ള ഒരു പെൺകുട്ടി അടക്കമുള്ളവരുണ്ട്. അവരെയൊന്നും തനിക്കറിയില്ല എന്ന് ആദ്യമേ തന്നെ നിവിൻ പോളി പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്നാണ് DGPക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും അതോടൊപ്പം മുഖ്യമന്ത്രിക്കും നിവിൻ പോളി പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനം ഈ പരാതി DGP പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. ഈ അന്വേഷണത്തിലും നിവിൻ പോളിയുടെ മൊഴിയടക്കമെടുക്കും. ഈ പരാതി നൽകുന്ന സമയത്ത് നിവിൻ പോളി തന്റെ പാസ്പോർട്ടിന്റെ കോപ്പി അടക്കമാണ് അന്വേഷണ സംഘത്തിന് നൽകിയത്. പിന്നീട് ഈ പരാതിക്കാരി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതിലൊരു സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പെൺകുട്ടി പറയുന്ന തീയതി, അതായത് ഡിസംബർ 14, 15 തീയതികളിലാണ് വിദേശത്ത് വെച്ച് തനിക്ക് നിവിൻ പോളിയിൽ നിന്നും ലൈംഗിക അതിക്രമം ഉണ്ടായതെന്ന് പെൺകുട്ടി പറയുന്നുണ്ട്. പക്ഷേ നിവിൻ പോളി ആ തീയതികളിൽ, അതായത് ഡിസംബർ 14, 15 തീയതികളിൽ കൊച്ചിയിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീത് ശ്രീനിവാസന്റെ ചിത്രത്തിലെ അഭിനയിക്കുകയായിരുന്നു. ഇത് വിനീത് ശ്രീനിവാസൻ ചിത്രത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി പാർവതി, ഒപ്പം നിർമ്മാതാവ് അടക്കമുള്ളവർ ഇത് തെളിയിക്കുന്ന രേഖകളുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും ചെയ്തിരുന്നു. എന്തായാലും നിവിൻ പോളിയെ സംബന്ധിച്ച ഈ പെൺകുട്ടി നൽകിയ പരാതിയിൽ പറയുന്ന തീയതികൾ, അത് ആ സമയത്ത് താൻ ദുബായിലല്ല കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ കൃത്യമായ തെളിവുകൾ നിവിൻ പോളിയിലുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം പെൺകുട്ടിയെ വിളിപ്പിച്ചപ്പോൾ പെൺകുട്ടി പറഞ്ഞത് താൻ ഉറക്കത്തിൽ പറഞ്ഞ തീയതിയാണ്. അതായത് ആ മാധ്യമത്തിന് അഭിമുഖം നൽകുമ്പോൾ താൻ ഉറക്കപ്പിച്ചിലായിരുന്നു, ആ സമയത്ത് തനിക്ക് തെറ്റിപ്പോയതാണ്. ഇത് ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്, അന്വേഷണ സംഘം തന്നെ കൃത്യമായിട്ടുള്ള തീയതി കണ്ടുപിടിക്കട്ടെ എന്നുകൂടി പെൺകുട്ടി പറയുന്നുണ്ട്. എന്തായാലും നിവിൻ പോളി നൽകിയ പരാതിയിലും നിവിൻ പോളിയുടെ മൊഴിയെടുക്കും. ഒപ്പം ഈ പരാതിക്കാരി നൽകിയ ഈ ഒരു പരാതിയിൽ അതിൽ ആ പെൺകുട്ടിയുടെ രഹസ്യമൊഴിയും ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തും. ഈ നടന്മാർക്കെതിരായ ഒരുപാട് ലൈംഗികാരോപണ കേസുകളുണ്ടല്ലോ നവമി, അതില് യോഗം ഇന്ന് നടക്കുന്നു എന്ന് മനസ്സിലാകുന്നു. യോഗത്തിൽ അന്വേഷണ പുരോഗതി ഇതുവരെ ഞാൻ മനസ്സിലാക്കുന്ന 17 കേസുകളോളം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ഒരു എങ്ങനെയാണ് ഒരുമിച്ചുള്ള അന്വേഷണമാണ് പ്രത്യേക സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുന്നത്. ഈ ചോദ്യം ചെയ്യുക, മറ്റു നടപടികളിലേക്ക് കടക്കുക, ഇത്തരം കാര്യങ്ങളിൽ അതെ ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ടോ? രഞ്ജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ഇതിൽ പറയാനുള്ളത്, മുകേഷിന്റെ മുൻകൂർ ജാമ്യത്തിന് ഒരു അപ്പീൽ നൽകുന്നതിനു വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കാനായിരുന്നു ഈ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചത്. പക്ഷെ അത് വേണ്ട എന്നുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ സർക്കാർ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നു. അതായത് മുകേഷിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് അത് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ പ്രത്യക്ഷമായി പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപ്പീൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയില്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുകേഷിന് മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ട് പ്രത്യേക പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. ഇതിനെതിരെയായിരുന്നു ശനിയാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുകയും മുകേഷിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണം, ഇത് അന്വേഷണത്തെ ബാധിക്കുമെന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഹൈക്കോടതിയെ സമീപിച്ച് കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചത്. പക്ഷേ സർക്കാർ തന്നെ അത് പറയുന്നുണ്ട്, അങ്ങനെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കേണ്ട എന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ചേരുന്ന യോഗത്തിൽ ഇത് പ്രധാനമായിട്ടായിരിക്കും അന്വേഷണ സംഘം ചർച്ച ചെയ്യുക. മുകേഷിന് ഇത്തരത്തിൽ മുൻകൂർ ജാമ്യവുമായി സമീപിക്കേണ്ട എന്നാണ് സർക്കാരിന്റെ തീരുമാനമെങ്കിൽ ഇടവേള ബാബുവിനും മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇടവേള ബാബുവിന്റെ കാര്യത്തിലും ഹൈക്കോടതിയെ സമീപിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലായിരിക്കും ചിലപ്പോൾ അന്വേഷണ സംഘം എത്തുക. അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണം അത് ഏത് രീതിയിലായിരിക്കും ഇനി മുന്നോട്ട് പോകുക എന്നതാണ് നോക്കിക്കാണേണ്ടത്. പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ തെളിവുകൾ നശിപ്പിക്കാൻ അല്ലെങ്കിൽ കേസിനോട് കൃത്യമായ രീതിയിൽ സഹകരിക്കേണ്ട എന്നുള്ളൊരു നിലപാടൊക്കെ ചിലപ്പോൾ ഈ പ്രതികൾക്ക് എടുത്തെന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കെയാണ് ഇന്ന് അന്വേഷണ സംഘം പ്രത്യേക യോഗം ചേരുന്നത്. ഉദ്യോഗസ്ഥരെല്ലാം എത്തും. നടന്മാർക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമ പരാതികൾ ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകണം, ഏതൊക്കെ മൊഴികൾ രേഖപ്പെടുത്തണം എന്നതടക്കമുള്ള കാര്യങ്ങളും ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം യോഗത്തിൽ വിലയിരുത്തും. ഏതായാലും കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്, ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ഉണ്ടാകും. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണത്തിന്റെ വിവിധ തലങ്ങളിലാണ് അവർ യോഗം ചേർന്ന് വിലയിരുത്താനുള്ള ശ്രമത്തിലുമൊക്കെയാണ്.
നമുക്ക് ഇടവേളയാണ് കൃഷ്ണേന്ദു. ഇടവേളയ്ക്ക് ശേഷം നമുക്കൊരു പ്രത്യേക സ്പെഷ്യൽ അതിഥിയുണ്ട്. ഈ ഓണക്കാലത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതിഥിയിലേക്ക് വരാം. എൻ്റെ സസ്പെൻസ് അവിടെ നിൽക്കട്ടെ അല്ലേ? വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. മുൻ വനിതാ നേതാവിന് 8 വർഷങ്ങൾക്ക് ശേഷം കൂട്ടി നൽകിയത് 17 മാർക്ക്. മണിപ്പൂർ വീണ്ടും അശാന്തം. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 7. രാജിവാർത്ത നിഷേധിച്ച് മുഖ്യമന്ത്രി ബൈരൻ സിംഗ്. ദക്ഷിണ ചൈനയിൽ കനത്ത നാശം വിതച്ച് യാഗി കൊടുങ്കാറ്റ്. മരണം 4. 10 ലക്ഷത്തോളം പേരെ ഒഴിപ്പിച്ചു. ഫിലിപ്പീൻസിൽ മരിച്ചത് 16 പേർ. US ഓപ്പൺ വനിതാ സിംഗിൾസിൽ അരീന സബലെങ്കയ്ക്ക് കിരീടം. പരാജയപ്പെടുത്തിയത് US-ന്റെ ജെസിക്ക പെഗുലെ. കീഴടക്കിയത് ട്രൈ ബ്രേക്കർ പോരാട്ടത്തിൽ. ADGP RSS കൂടിക്കാഴ്ചയിൽ സർക്കാരും CPIM-ഉം ഊരാക്കുടുക്കിൽ. MR അജിത് കുമാറിനെതിരെ നടപടിയുടനെന്ന് സൂചന. കൂടിക്കാഴ്ചയിൽ CPI-ക്കും അമർഷം. നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷവും. മാമി തിരോധാന കേസിന്റെ ചുരുളഴിയുമോ? ഇന്ന് തുടരന്വേഷണം ആരംഭിക്കും. മാമി ഇടപെട്ട ഭൂമി ഇടപാട് പരിശോധിക്കണമെന്ന് കുടുംബം. മുഖ്യമായുള്ള ഇടനിലക്കാരൻ മാമിയായിരുന്നു എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. 300 CR-ന്റെ ഡീലായിരുന്നു ആ സംഭവങ്ങളൊന്നും നമുക്കറിയാം. അത് പബ്ലിക്കായിട്ട് അറിയുന്ന കാര്യങ്ങളാണല്ലോ. അത് മാമിക്കും നല്ല റോൾ ഉണ്ടായിരുന്നു അതിൽ. SFI വനിതാ നേതാവിന് നൽകിയ അധിക മാർക്ക് ഗവർണർ റദ്ദാക്കി. നടപടി കാലിക്കറ്റ് സർവകലാശാലയിൽ മുൻ വനിതാ നേതാവിന് 8 വർഷങ്ങൾക്ക് ശേഷം കൂട്ടി നൽകിയത് 17 മാർക്ക്. മണിപ്പൂർ വീണ്ടും അശാന്തം. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 7. രാജിവാർത്ത നിഷേധിച്ച് മുഖ്യമന്ത്രി ബൈരൻ സിംഗ്. ദക്ഷിണ ചൈനയിൽ കനത്ത നാശം വിതച്ച് യാഗി കൊടുങ്കാറ്റ്. മരണം 4. 10 ലക്ഷത്തോളം പേരെ ഒഴിപ്പിച്ചു. ഫിലിപ്പീൻസിൽ മരിച്ചത് 16 പേർ. US ഓപ്പൺ വനിതാ സിംഗിൾസിൽ അരീന സബലെങ്കയ്ക്ക് കിരീടം. പരാജയപ്പെടുത്തിയത് US-ന്റെ ജെസിക്ക പെഗുലെ. കീഴടക്കിയത് ട്രൈ ബ്രേക്കർ പോരാട്ടത്തിൽ. ADGP RSS കൂടിക്കാഴ്ചയിൽ സർക്കാരും CPIM-ഉം ഊരാക്കുടുക്കിൽ. MR അജിത് കുമാറിനെതിരെ നടപടിയുടനെന്ന് സൂചന. കൂടിക്കാഴ്ചയിൽ CPI-ക്കും അമർഷം. നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷവും. മാമി തിരോധാന കേസിന്റെ ചുരുളഴിയുമോ? ഇന്ന് തുടരന്വേഷണം ആരംഭിക്കും. മാമി ഇടപെട്ട ഭൂമി ഇടപാട് പരിശോധിക്കണമെന്ന് കുടുംബം. മുഖ്യമായുള്ള ഇടനിലക്കാരൻ മാമിയായിരുന്നു എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. 300 CR-ന്റെ ഡീലായിരുന്നു ആ സംഭവങ്ങളൊന്നും നമുക്കറിയാം. അത് പബ്ലിക്കായിട്ട് അറിയുന്ന കാര്യങ്ങളാണല്ലോ. അത് മാമിക്കും നല്ല റോൾ ഉണ്ടായിരുന്നു അതിൽ. SFI വനിതാ നേതാവിന് നൽകിയ അധിക മാർക്ക് ഗവർണർ റദ്ദാക്കി. നടപടി കാലിക്കറ്റ് സർവകലാശാലയിൽ മുൻ വനിതാ നേതാവിന് 8 വർഷങ്ങൾക്ക് ശേഷം കൂട്ടി നൽകിയത് 17 മാർക്ക്. മണിപ്പൂർ വീണ്ടും അശാന്തം. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 7. രാജിവാർത്ത നിഷേധിച്ച് മുഖ്യമന്ത്രി ബൈരൻ സിംഗ്. ദക്ഷിണ ചൈനയിൽ കനത്ത നാശം വിതച്ച് യാഗി കൊടുങ്കാറ്റ്. മരണം 4. 10 ലക്ഷത്തോളം പേരെ ഒഴിപ്പിച്ചു. ഫിലിപ്പീൻസിൽ മരിച്ചത് 16 പേർ. US ഓപ്പൺ വനിതാ സിംഗിൾസിൽ
അപ്പോൾ നമുക്ക് ഓണക്കാലമാണ്, തിരുവോണം ഇങ്ങെത്തുകയാണ്. ഇന്ന് വിശാഖമാണ് അല്ലേ? വിശാഖം വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. അപ്പോൾ വിശാഖം നാളിൽ നമ്മോടൊപ്പം ഒരു വിശേഷപ്പെട്ട അതിഥിയുണ്ട്. പ്ലേബാക്ക് സിംഗറാണ്, അതെ, പിന്നണി ഗായികയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചുവടുറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു സിംഗറാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ നമുക്ക് വിളിച്ചാലോ? പരിചയപ്പെടുത്താം പ്രേക്ഷകർക്ക്. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് അമൃത ജയകുമാറാണ്. അമൃത, സ്വാഗതം. താങ്ക് യു. വെൽക്കം. കൃഷ്ണേന്ദുവിന്റെ സീനിയർ ആണല്ലേ? ഏത് സ്കൂളാണ്? ഞങ്ങൾ കാർമലിലാണ് പഠിച്ചത്. ശരി ശരി. അപ്പോൾ എങ്ങനെയാണ് ഓണമായിട്ട് എങ്ങനെയുണ്ട് ലൈഫ്? ഓണമായിട്ട് ഓണക്കാലം എപ്പോഴും നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണല്ലോ. അപ്പോൾ ഓണം ആ ഫീലാണ് നേരത്തെ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ വന്ന് ഓണം ഫീലൊക്കെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ പറയുന്നത് ഈ ബൊട്ടീക്സ് ആണെങ്കിൽ അറ്റയറും എല്ലാം അങ്ങനെ കുറേ സംഭവങ്ങൾ വരുമല്ലോ. അപ്പോൾ നമുക്കൊരു ജൂലൈ തൊട്ടേ ഓണം ഫീലിംഗ് ആണ്. ഓണക്കാലത്ത് ഗായകരുടെ അവർക്ക് ഒരുപാട് ആൽബംസ് ഇറങ്ങും അല്ലേ? ഓണപ്പാട്ടുകൾ പണ്ട് തൊട്ടേ തരംഗിരിയുടെ കാലം മുതലേ ഓണപ്പാട്ട് ഇത്തവണ ഉണ്ടോ? അമൃതയുടെ ഓണപ്പാട്ടുണ്ടോ? ഇത്തവണ ഇല്ല, ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ദൂരദർശന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഓണപ്പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഓണത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ ഓണത്തിന്റെ പ്രത്യേകത എനിക്ക് ഇത്തവണ ഷോസ് ഒക്കെ വളരെ കുറവാണ്. വയനാടിന്റെ. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇത്തവണത്തെ ഓണം ഫാമിലിയോടൊപ്പം അങ്ങനെ. പിന്നെ ഓൾ ഇന്ത്യ റേഡിയോയിലെ ഗ്രേഡ് ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഓണത്തിന് റേഡിയോയിൽ എന്തെങ്കിലും പ്രത്യേകത? സോങ്സ്, പഴയ സോങ്സ് തന്നെയാണല്ലോ, അത് എങ്ങനെയാണ് പാട്ട്? യൂഷ്വലി ഞാൻ ലൈറ്റ് മ്യൂസിക്കിന്റെ ഗ്രേഡഡ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ ലൈറ്റ് മ്യൂസിക്സ് ചെയ്യാറുണ്ട്. അങ്ങനെ ഓണപ്പാട്ടുകൾ ലൈക്ക് ഓണം മൂഡിലുള്ള പാട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ യൂഷ്വലി ലൈറ്റ് മ്യൂസിക് ആണ് ചെയ്യാറുള്ളത്. അല്ലാതെ ഇങ്ങനെ ദൂരദർശൻ ആൻഡ് ഓൾ ഇന്ത്യ റേഡിയോ ആ ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഞാനിങ്ങനെ പാടിയിട്ടുണ്ട് ഓണപ്പാട്ടുകൾ. ഹിന്ദുസ്ഥാനിയും കർണാട്ടിക്കും ഒക്കെ പഠിച്ചിട്ടുണ്ട്. വളരെ ചെറിയ പ്രായമായി, വളരെ കുഞ്ഞിലേ തൊട്ട്. എന്ന് വെച്ചാൽ എനിക്ക് പാട്ടുകാരി എന്ന് മാത്രമേ അറിയുന്നുള്ളൂ. സീനിയർ എന്ന് പറയുന്നതിനേക്കാളും പാട്ടുകാരി. എനിക്ക് തോന്നുന്നു അവിടെയുള്ള എല്ലാ പ്രോഗ്രാംസിലും എപ്പോഴും കാണുന്ന ഫേസ് ആണ്. തുടക്കത്തിൽ ഞാൻ പാലക്കാടായിരുന്നു. അപ്പൊ സജീവ് സർ ആയിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വന്നിട്ട് വയാങ്കര മത്സൻ സാറിന്റെ അടുത്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ സാറിന്റെ മരണത്തിന് ശേഷം ഒരു ബ്രേക്ക് വന്നു. പിന്നെ VT സുനിൽ സാറിന്റെ അടുത്തായിരുന്നു കർണാട്ടിക് പഠിച്ചുകൊണ്ടിരുന്നത്. ഹിന്ദുസ്ഥാനി രമേശ് നാരായൺ സാറിന്റെ അടുത്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും പ്രശസ്തരായ ആളുകളാണ്. അപ്പൊ അതിന്റെ ഒരു ഗുണം അമൃതയുടെ കലാജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഗായകൻ എങ്ങനെയാ അതിലേക്ക് കടന്നു വന്നത്? പ്ലേബാക്ക് സിംഗിങ് ഞാനിങ്ങനെ പണ്ട് റിയാലിറ്റി ഷോസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ആദ്യമായിട്ട് ചെയ്യുന്നത് വസന്തത്തിൻ്റെ കനൽ വഴികളിൽ എന്ന് പറഞ്ഞൊരു മൂവിയായിരുന്നു. അത് റഹ്മാൻ സാറിൻ്റെ സിസ്റ്ററായ AR റഹാന ആയിരുന്നു എൻ്റെ മ്യൂസിക്. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് ബഞ്ച് ഓഫ് സിംഗേഴ്സ് പാടിയൊരു സോങ് ആയിരുന്നു. അതിനുശേഷം ആദ്യമായിട്ടൊരു സോളോ സോങ് എന്ന് പറയുന്നത് ഒറ്റമുറി വെളിച്ചം എന്ന് പറഞ്ഞ മൂവിയായിരുന്നു. 4 സ്റ്റേറ്റ് അവാർഡ്സ് കിട്ടിയൊരു മൂവിയായിരുന്നു. അതിന് മുൻപ് ആക്ച്വലി ഒരു ബ്രേക്ക് തന്ന ഒരു പാട്ടൊരു ആൽബമായിരുന്നു, മൗനം സൊല്ലും വാർത്തകൾ എന്ന് പറഞ്ഞിട്ട്. അതിൽ പേസാമൽ എന്നുള്ള പാട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിന് അത്യാവശ്യം നല്ല വ്യൂസ്. ഇപ്പോഴും അത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു സോങ്. തീർച്ചയായിട്ടും. பேசாமல் உந்தன் மௌனம் எந்த நெஞ்சிலே காதல் வலையே வீசிச் செல்கிறதே பூக்காத உந்தன் மௌனம் என்னை காணும் வேளையில் காதல் வாசம் எங்கும் வீசுமடா நதியே கடலில் சேராதே என்னுள் கலந்து விடு மழையே மண்ணாய் சேராதே நெஞ்சில் நிறைந்து விடு பேசாமல் உந்தன் மௌனம் எந்த நெஞ்சிலே காதல் வலையே வீசிச் செல்கிறதே பூக்காத உந்தன் மௌனம் என்னை காணும் வேளையில் காதல் வாசம் எங்கும் வீசுமடா. ഇതൊരു ആൽബം ആണ്. അതെ, ഇത് മലയാളികൾ ചെയ്തൊരു തമിഴ് ആൽബം ആയിരുന്നു. ശരി. ഈ ഭാഷ പാലക്കാടൊക്കെ ആയതുകൊണ്ട് ഭാഷ ഒരു പ്രശ്നം വരില്ല അല്ലെ? തമിഴ്. ഞാൻ ട്രിവാൻഡ്രം ആണ്. പണ്ട് പാലക്കാട്. അപ്പൊ ഈ തമിഴ് ഏത് ഭാഷയിലും പാടാൻ നമുക്ക് അതൊരു പ്രശ്നം വരില്ല. ഇല്ല. പണ്ടേ എല്ലാ ലാംഗ്വേജസും കേൾക്കുമായിരുന്നു, എല്ലാ ടൈപ്പ് സോങ്സും പാടാൻ നോക്കുമായിരുന്നു.
അപ്പോൾ ലാംഗ്വേജ് ഒരു വലിയ ഇഷ്യൂ വന്നിട്ടില്ല ഇതുവരെ. സിനിമയിലെ ഒറ്റമുറി വെളിച്ചമാണല്ലേ ശ്രദ്ധിക്കപ്പെട്ട ആദ്യമായിട്ട് പാടുന്നൊരു സോളോ സോങ് ഒറ്റമുറി വെളിച്ചമായിരുന്നു. അതൊരു അത് ഷെറോൺ റോയ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ മ്യൂസിക്കിലുള്ള ഒരു പാട്ടായിരുന്നു. നോവിൻ കാറ്റിൽ ദൂരെ ദൂരെ നീയും സന്ധ്യ മായല്ലേ കാണാതെങ്ങോ ദൂരെ ദൂരെ നീറും പാട്ടായി നീ അകലേ ഇടനെഞ്ചിലേത് മൗനം ഇടറി പിരിഞ്ഞും മെല്ലെ പതിവാ. നമുക്ക് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു ഗസ്റ്റിനെ കിട്ടുന്നത് അല്ല, നമുക്കിങ്ങനെ ഫ്ലോറിലേക്ക് ഒരാളെ കൊണ്ടുവരുന്നത് നമുക്കിങ്ങനെ ആക്റ്റീവായിട്ട് പ്രേക്ഷകരോട് ലൈവായിട്ട് അതിന്റെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇതുപോലെ ഒരു 15 മൂവീസോളം ചെയ്തിട്ടുണ്ട്. അതിരനിലെ ടൈറ്റിൽ സോങ്ങും പാടിയിട്ടുണ്ട്. അതിരന്റെ ടൈറ്റിൽ സോങ് ചെയ്തു. പിന്നെ 2018 ഡാഗിനി എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്. അപ്പോൾ അതിൽ രാഹുൽ രാജ് ഏട്ടന്റെ മ്യൂസിക്കിൽ ഞാനും ഹരിശങ്കർ ഒരു പാട്ട് പാടിയിരുന്നു. അതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള സോങ് ആണ്. പക്ഷെ എനിക്ക് വേണ്ട ഒരു അക്നോളജ്മെന്റ് അന്ന് കിട്ടിയില്ല. പക്ഷെ ഇപ്പൊ എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ കേട്ട് ഒരു ആൾക്കാർ ഒരുപാട് പേര് അക്നോളജ്മെന്റ് ഞങ്ങൾ ഇപ്പൊ തരുന്നു. അതിനൊരു വേദിയും കൂടിയാണ്. പാടിക്കോളൂ. പൂവിൽ കിനാവിൽ നിൻമുഖം വീണ്ടും വന്നിതാ നിറയേ ഉൾച്ചിരാതിൽ നീ പൊഴിയേ വെണ്ണിലാക്കാലം പിന്നെയും തെളിയേ പതിയേ തരുശാഖകൾ ഹരിതാഭമായി വിരിയേ വരവായി താ പുതുയാത്രയിൽ തുണയോർമകൾ പതിയേ പൂവിൽ കിനാവിൽ നിൻമുഖം വീണ്ടും വന്നിതാ നിറയേ. മനോഹരമായ സോങ് ആണ്. വളരെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് എടുത്ത് പറയുന്നത്. പാട്ടുകൾ ഒത്തിരി പേഴ്സണൽ. സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം ആണല്ലേ കുറച്ചുകൂടി നല്ല പാട്ടുകൾ ആ സിനിമയിൽ അന്ന് കണ്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇൻസ്റ്റാഗ്രാം റീൽസ് അങ്ങനെ ഒരു കുറെ സംഭവങ്ങളുണ്ടല്ലോ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു അതുവഴി ഒരുപാട് പാട്ടുകൾ ആൾക്കാർ കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ എന്താ പറയുക ക്ലിക്കായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്ത് വരാറുണ്ടോ? തീർച്ചയായിട്ടും. അന്നൊക്കെ ഒരു പക്ഷെ ആരാ പാടിയെന്ന് പോലും വളരെ പ്രസിദ്ധിക്കില്ലായിരുന്നു. ഇൻസ്റ്റാഗ്രാം റീൽസ് ഒരു സംഗീത സംവിധായകർ പോലും അന്വേഷിക്കും. ലിറിക്സും കൂടെ ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഐദർ സിംഗറിന്റെ പേരോ അല്ലെങ്കിൽ ലിറിക്സോ അങ്ങനെ എന്തെങ്കിലും. റീൽസ് തന്നെ ട്രാക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പേരുണ്ടാവും, ആരാണ് കമ്പോസർ അല്ലെങ്കിൽ വർക്ക് ചെയ്ത ആൾക്കാരുടെ പേരും. സോഷ്യൽ മീഡിയ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഈ പുതിയ ഒരുപാട് സംഗീത സംവിധായകർ വരുന്നുണ്ട്, രഞ്ജൻ ഒക്കെ പോലെ ഒത്തിരി പേര് വരുന്നുണ്ട് അല്ലേ? അപ്പൊ അവരുമായിട്ടൊക്കെ സഹകരിച്ച് പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ അവർക്കൊക്കെ ഒരുപാട് പുതിയ പുതിയ കൺസെപ്റ്റുകളുള്ള ആളുകളാണ്. തീർച്ചയായിട്ടും പുതിയ ഐഡിയാസ് ആണ്. എനിക്ക് ഓരോ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും എല്ലാവരുടെയും രീതികൾ വേറെയാണ്, ഓരോ ആൾക്കാർ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് വേറെയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കാണാനും നമുക്കൊരു രസമാണ് ഓരോ ആൾക്കാർ വർക്ക് ചെയ്യുന്ന രീതികൾ കാണുമ്പോഴേ. ഈ സ്റ്റേജ് ഷോസിനൊക്കെ പോകാറുണ്ടല്ലേ വിദേശത്തും പല സ്ഥലങ്ങളിലും ഒക്കെ? ഇപ്പൊ എന്താ അതിന്റെ ഒരു അവസ്ഥ? കോവിഡിനൊക്കെ ശേഷം അല്പം ഒന്ന് പുറകോട്ടായിരുന്നു. ഇപ്പൊ പിന്നെ ബാക്ക് ടു നോർമൽ ആണ്. എനിക്ക് തോന്നുന്നു 2022 തൊട്ട് തന്നെ പിന്നെയും ഷോസ് ഒക്കെ എല്ലാവരും ചെയ്തു തുടങ്ങി. 21 വരെ പിന്നെയും കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. 22 തൊട്ട് പിന്നെയും നോർമൽ ആണ്. ഈ സ്റ്റേജിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് റിസൾട്ട് ആണല്ലോ നമ്മൾ റെക്കോർഡിങ്ങിനേക്കാളൊക്കെ. അപ്പൊ രണ്ടിനും രണ്ട് കഴിവ് വേണം. നല്ലപോലെ ഒരുപക്ഷെ റെക്കോർഡിങ്ങിന് പാടുന്നവർക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല, അതേസമയം സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നവർക്ക് റെക്കോർഡിംഗ് പ്രശ്നമാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് ബേസിക്കലി സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ടോട്ടലി ഇൻവോൾവ് ആകുമ്പോൾ അത് വേറൊരു കൈൻഡ് ഓഫ് ഫീലിംഗ് ആണ്. ടു സിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഓഡിയൻസ് എന്ന് പറയുമ്പോൾ അവരും അതുപോലെ എങ്ങനെ നമുക്ക്
ഓഡിയൻസ് അതുപോലെ ലൈവ്ലി ആയിരിക്കണം. പ്രോത്സാഹിപ്പിക്കണം, അതൊരു എനർജിയാണ്. തീരെ എനർജി ഓഡിയൻസ് തരുന്നില്ലെങ്കിൽ നമുക്കും കുറച്ച് നമ്മൾ ഡിം ആവും. പക്ഷേ നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഓഡിയൻസ് ആണെങ്കിൽ നമുക്ക് പാടാൻ ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. സ്റ്റേജിലെ എന്തെങ്കിലും രസകരമായ അനുഭവമോ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? കാരണം നമ്മൾ വലിയ പ്രതീക്ഷയോടെ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആ റെസ്പോൺസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വലിയ റെസ്പോൺസ് കിട്ടുന്നു, അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ചില്ല. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ചില സമയത്ത് ട്രിവാൻഡ്രം ഞാൻ അങ്ങനെ എടുത്ത് പറയല്ല, ചില സമയത്ത് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു കയ്യടി കിട്ടാതിരിക്കുന്ന, അങ്ങനെയല്ല കയ്യടി കിട്ടുന്നില്ല എന്നല്ല, എങ്കിലും ഭയങ്കര ഐഡലായിട്ടിരിക്കുന്ന ഓഡിയൻസ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് വിഷമം വരും. പക്ഷെ എനിക്കൊന്ന് പാലക്കാട്, കോഴിക്കോട് ഭാഗത്തൊക്കെ കുറച്ചും കൂടെ ഭയങ്കര ഇൻവോൾവ് ആണ്. ഇവിടെ എപ്പോഴും അല്ല, ചില സമയങ്ങളിൽ മാത്രം. പക്ഷെ ഇവിടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെ നമുക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് അമൃത. ട്രിവാൻഡ്രത്തിന്റെ സ്വന്തം ആള് എന്നാണ് ഇപ്പൊ ഹരികൃഷ്ണനെ മെൻഷൻ ചെയ്ത്. അങ്ങനെ എത്രയോ ആൾക്കാർ നമുക്ക് ട്രിവാൻഡ്രത്തിന് സ്വന്തമായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ആളാണ് അമൃത. അമൃത, ഇപ്പം സിനിമകളിൽ അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഡ്രീം ഉണ്ടാവുമല്ലോ നമ്മുടെ ജീവിതത്തിൽ. എന്താണ് ഒരു മനസ്സിലുള്ളത് പ്രൊഫഷണല് ഡ്രീം? തീർച്ചയായിട്ടും ഒരുപാട് നല്ല ശ്രദ്ധിക്കപ്പെടുന്ന പാട്ടുകൾ പാടാൻ പറ്റണം. കാരണം ലൈവ്ലി ആയിട്ട് അങ്ങനെയല്ല, ആൾക്കാർ ഏറ്റെടുക്കുന്ന കുറേ സോങ്സ് ഇല്ല. ഇപ്പം ഞാൻ പാടിയ പാട്ടുകൾ കൂടുതലും നല്ല പാട്ടുകളാണ്, എന്നാലും ഒരുപാട് എനിക്ക് തോന്നുന്നു സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പൊ പാടിയ 3 പാട്ടുകളും അതിഗംഭീര പാട്ടുകളാണ്, അതിഗംഭീര സോങ്ങുകളാണ് അത് പാടിയത്. അത് രസകരം, ഭയങ്കര ഇൻവോൾവ് ആയിട്ട് പാടുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. നമുക്ക് നല്ലൊരു ഓണപ്പാട്ട് കൂടി പാടിയാലോ? ഓണപ്പാട്ട് പാടാം. എനിക്ക് പഴയ ഒരു പാട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അത്തപ്പൂവും നുള്ളി തൃത്തപ്പൂവും നുള്ളി തന്നാനം പാടി പൊന്നു ഞാലിലാടി തിന്നാലെ വാ ഒന്നാനം കുന്നിലോടി വാ. അത്തപ്പൂവും നുള്ളി തൃത്തപ്പൂവും നുള്ളി തന്നാനം പാടി പൊന്നു ഞാലിലാടി തിന്നാലെ വാ ഒന്നാനം കുന്നിലോടി വാ. ഈ റിയാലിറ്റി ഷോസിലൂടെയൊക്കെ ഒരുപാട് കുട്ടികൾ ഈ സംഗീത രംഗത്തേക്ക് വരുന്നുണ്ട്, പാട്ടുകാരായിട്ടൊക്കെ. പക്ഷെ അവരൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ അവരെയൊക്കെ മറക്കുന്ന ഒരവസ്ഥയുണ്ട്. റിയാലിറ്റി ഷോയിലെ പാട്ടുകാരെ കുറിച്ച് എന്താണ്? അവരെ അതൊരു നല്ല വേദിയാണോ, ഒരു സ്റ്റേജ് ആണോ ഈ ഇതിലേക്ക് വരാൻ? റിയാലിറ്റി ഷോസ് എനിക്ക് തോന്നുന്നു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. പണ്ടത്തെക്കാട്ടിലും ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ആൾക്കാർ പോപ്പുലർ ആവുന്നുണ്ട്. പണ്ട് ഈ സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ എങ്കിലും റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് സോങ്സ് നമ്മൾ പാടും. അതും പ്രഗത്ഭരായ ജഡ്ജസിന്റെ ഫ്രണ്ടിലാണ് പാടുന്നത്. എക്സ്പോഷർ ഉണ്ട്, ഗൈഡൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സിംഗിങ് വൈസ് ഒത്തിരി നമ്മുടെ സിംഗിങ് ഇംപ്രൂവ് ചെയ്യാൻ അത് ഒത്തിരി സഹായിക്കും. ഗ്രൂമിംഗ് ഉണ്ട്, ബ്രീതിങ് സെഷൻസ് ഉണ്ട്. ലൈക്ക് നമ്മുടെ ബ്രീതിങ് പവറും എല്ലാം ഇൻക്രീസ് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള ട്രെയിനിങ് തരാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സിംഗിങ് വൈസ് ഒത്തിരി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അമൃതയ്ക്ക് അങ്ങനെ ഒരു മടിയും ഇല്ലാത്ത കൂട്ടത്തിലാണ്, ആ ഒരു സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഞാനത് നോട്ട് ചെയ്തിട്ടുള്ള ആളും കൂടിയാണ്. അപ്പം എന്തായാലും അമൃതയുടെ ഒരു പാട്ടും കൂടി പാടി നമുക്ക് ഈ നല്ലൊരു സോങ് കൂടി പാടി അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും. ഓണപ്പാട്ട് തന്നെ പാടാം. ഓണക്കാലം അല്ലേ? അതെ. അപ്പൊ ഞാൻ പാടിയ ഒരു പാട്ടുണ്ട്, ദൂരദർശന് വേണ്ടി പറഞ്ഞല്ലോ പണ്ട് പാടി. അപ്പൊ അത് പാടാം. മലയാളമേ മഞ്ജു മലയാളമേ അലയാടിത്തള ചാർത്തു മനുരാഗമേ നിനക്കുമേ ശ്രാവണയാമിനിക്കും ഇന്നു 17 അണിഞ്ഞൊരുങ്ങുവാനഴകോലും മുല്ലപ്പൂവ് മലയാളമേ മഞ്ജു മലയാളമേ. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാ ആശംസകളും. ഭാവി ഹാപ്പി ഓണം. വലിയൊരു പിന്നണി ഗായികയായി ഞങ്ങൾ ഇനി വിളിക്കും. തീർച്ചയായിട്ടും വരും. താങ്ക് യു. അപ്പൊ നമുക്ക് നല്ല മനോഹരമായ കുറെ നിമിഷങ്ങൾ അമൃത അല്ലെ സമ്മാനിച്ചു. ഓണം കളറാക്കാൻ വന്ന ഈ അതിഥിക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. അമൃത ജയകുമാർ ഒരു പിന്നണി ഗായിക, വലിയ ഭാവിയുള്ള ഒരു ഗായിക കൂടിയാണ് അമൃത. നമുക്ക് അത്തവുമായി ബന്ധപ്പെട്ട ഓണവുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തയിലേക്ക് കൂടി പോവാം. ഓണത്തിന് ഒരുക്കുന്ന അത്തപ്പൂക്കളത്തിലെ പ്രധാന ഇനമാണ് തുമ്പപ്പൂവ്. ഇതിനകം വംശനാശ ഭീഷണി പട്ടികയിൽ ഇടം പിടിച്ചു കഴിഞ്ഞ ഈ പൂവ് ആറ്റിങ്ങൽക്കാരുടെ അത്തച്ചമയത്തിന് മോടിയേകാൻ പതിവ് പോലെ ഇക്കൊല്ലവും പൂവിട്ടു. ആറ്റിങ്ങൽ കൊല്ലമ്പുഴ കോയിക്കൽ കൊട്ടാരത്തിന്റെ ഭാഗമായ ആവണീശ്വരം ക്ഷേത്രവളപ്പിലാണ് ഈ തുമ്പപ്പൂക്കാട്. ഓണക്കാലമായാൽ പൂത്തു നിൽക്കുന്ന തുമ്പപ്പൂക്കൾ മനോഹര കാഴ്ചയാണ്.
പഴയ കാലത്തെ അപേക്ഷിച്ച് നാട്ടിലെ അത്തപ്പൂക്കളങ്ങളിൽ ഇന്ന് തുമ്പപ്പൂവിന്റെ സാന്നിധ്യം കുറഞ്ഞുവരികയാണ്. പാടത്തും പറമ്പിലും നിറഞ്ഞു നിന്നിരുന്ന തുമ്പപ്പൂ ഇന്ന് കണി കാണാൻ പോലും കിട്ടാനില്ല. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന വംശനാശം തന്നെയാണ് പ്രധാന കാരണം. എന്നാൽ ആറ്റിങ്ങൽ ആവണീശ്വരം ക്ഷേത്രവളപ്പിൽ കർക്കടക മാസത്തിൽ തന്നെ തുമ്പച്ചെടികൾ തളിർത്തു തുടങ്ങും. ചിങ്ങം പിറക്കുന്നതോടെ പൂക്കളും നിറയും. കാലങ്ങളായി ഇതാണ് പതിവ്. പ്രദേശവാസികളെല്ലാം അത്തമിടാൻ പൂവെടുക്കുന്നത് ആവണീശ്വരത്ത് നിന്നാണ്. ഔഷധക്കൂട്ടുകളിൽ ചേർക്കുന്നതിനും തുമ്പപ്പൂ തേടി പലരും ഇവിടെ എത്താറുണ്ട്. ഓണക്കാലം കഴിയുന്നതോടെ വിത്തുകളെ മണ്ണിലുപേക്ഷിച്ച് തുമ്പച്ചെടികൾ കരിഞ്ഞുണങ്ങും. രഞ്ജിത്തേട്ട ഒരു മിനിറ്റ്, പകിട കളിച്ചിട്ടുണ്ടോ? ഇല്ല, പകിട കളിച്ചിട്ടില്ല. എനിക്കറിയില്ല. ഞാൻ ഓണത്തിന് ഞങ്ങളുടെ നാട്ടിലൊന്നും പകിട കളിയില്ല. ഇത് എനിക്കൊന്ന് വടക്കൻ പ്രദേശത്തേക്കാണ് കൂടുതൽ. അല്ല, എനിക്കും അറിയില്ല. അപ്പൊ അതിന്റെ കളി എങ്ങനെയാണെന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. നമ്മളെ ഈ ഇതുണ്ട്, ഈ ചൂതുകളി എന്ന് പറയും. അതുപോലെ മഹാഭാരതത്തിലൊക്കെ കേട്ടിട്ടുണ്ട്, പകിട 12 എന്ന് പറഞ്ഞ അത്രയും ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ പുരാണങ്ങളിലുള്ളതാണ്. നമുക്ക് അതിന്റെ ഒരു വാർത്തയിലേക്ക് പോകാം അല്ലേ? ഓണക്കാലം നാടൻ കളികളുടെ കാലം കൂടിയാണ്. വിസ്മൃതിയിലേക്ക് മാറാതെ പല നാടൻ കളികളെയും കൈവിടാത്ത സ്ഥലമാണ് കോട്ടയം. ഓണലഹരിയിലാണ് കോട്ടയത്തെ പകിടക്കളങ്ങൾ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോട്ടയം മാങ്ങാനം പേഴുവേലിക്കുന്നിലാണ്. കഴിഞ്ഞ 1 മാസമായി ഇവിടം പകിടകളിയുടെ ആരവത്തിലാണ്. ഇത് 6 വെട്ടിയ കളിമാറി ഗതിമാറി കേട്ടാ നോക്കിയേട്ടാ 6 വെട്ടി ദൂരെ കഴിയാ 6 വെട്ടി ദൂരെ കഴിയാ. ഇങ്ങനെ ഒരു കളിയുണ്ട്. 6 കളിയിലാ 6 ഒറ്റ പൂട്ടുപാട കളിച്ച് കഴിഞ്ഞാൽ പയ്യപ്പാടിക്കാർക്ക് ട്രോഫി ആയിട്ട് പോവാം. ഒറ്റ പൂട്ടുപാട കളികളാ രക്ഷയില്ല. കളി എങ്ങനെ പോകുന്നറിയാമല്ലോ. ഒറ്റ കളിക്ക് ഒറ്റ ഇതിനു വേണ്ടിയാണ് മോസ്കോക്കാർ ഒറ്റ കണ്ടെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോസ്കോക്കാർ ജയം പ്രഖ്യാപിക്കും. അതായത് ആഞ്ഞുള്ള പിടുത്തമാണ്, വീഴാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. എന്റെ പൊന്നു കൊച്ചാൻ നീ ഒരു പൂട്ടുപാടിട്ട് കഴിഞ്ഞാൽ കളി മാറി. അങ്ങനെ നിസ്സാരമായി പഠിക്കാൻ കഴിയുന്നതല്ല പകിടകളി. അതിന് കൃത്യമായ നിയമങ്ങളുണ്ട്, തന്ത്രങ്ങളുണ്ട്. അത് കൃത്യസമയത്ത് പയറ്റണം. കയറാൻ വേണ്ടിയിട്ട് നമുക്ക് കണ്ണു വീണം, അത് താഴത്തിൽ ചെന്ന് അടിഞ്ഞതിന് ശേഷം എടുക്കാനും നമുക്ക് കണ്ണു വേണം. ഒരു കായ കയറി അടിഞ്ഞ് എടുക്കണമെങ്കിൽ 80 പോയിന്റ് വേണം. പിന്നെ ഇതൊക്കെ ബിരുദം കളിയാ. 12 അതിന് മറുപുറം പൂട്ടുപകിട നമ്മളിപ്പോൾ കളിക്കുക. ഇരുമൂന്നാറ് കയറിയിട്ടില്ല. ഒറ്റ കളിച്ചാൽ കയറാൻ പറ്റുള്ളൂ. ഇത് ഫൗളാ. ഈ 2 വരക്കകത്തുനിന്ന് കവർ ചെയ്തില്ലെങ്കിൽ ഫൗളാ. ഇവിടുന്ന് ഇതാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. ഒന്ന് കണ്ടിട്ട് കയറി സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ് അവസാനത്തെ കളി. ഇവിടെ കൊണ്ട് അടിച്ചു കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ഒന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ ജയിക്കുകയുള്ളൂ. 2 പടയിൽ ഓരോ കണ്ണാമ്പത്തിന് പകടയെന്ന് പറയും. ഈ കണ്ണ് വേണമെങ്കിൽ എടുക്കാൻ പറ്റുള്ളൂ, കായ അടിഞ്ഞ് എടുക്കാൻ പറ്റുള്ളൂ, കയറാനും ഇറങ്ങാനും പറ്റുള്ളൂ. ഈ പകിടക്കളങ്ങളിലൊക്കെ കാണുന്ന ഒരു ആവേശം കൊച്ചു കുട്ടികൾ വരെ ഇതിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. പകിട കളിക്കാൻ അറിയോ? അറിയാം. കളിക്കാറുണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ടൂർണമെന്റ് ഉണ്ടല്ലേ? അത് ഓണമൊക്കെ കഴിഞ്ഞിട്ടാ. അവധിക്കുണ്ടോ? ആരാ ജയിക്കുന്നേ? അത് ഓരോരോ ടീമുണ്ട്, അറിയത്തില്ല ആരാ ജയിക്കുന്നത്.
ആർക്കാ നന്നായി ഉരുട്ടാ അറിയുന്നേ? ഇവരാണോ വീഴുന്നേ? ആണോ? ആണോ? ശരിക്കും ഉരുട്ടാ അറിയോ? ജയിച്ചിട്ടുണ്ടോ നേരത്തെ? എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 5-ലാ? എല്ലാ കളിയിലും ജയിക്കാറുണ്ടല്ലേ? അപ്പൊ അതാണ്, ഇവരും ഇതിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. അതായത് തലമുറകൾ കൈമാറി പോകുകയാണ് ഈ പകിടകളി എന്നുകൂടിയുള്ളതാണ്. കളിയുടെ ഗതി മാറുക, അതായത് പൂട്ടുപാട കളിച്ചു കഴിഞ്ഞാൽ കളി മാറുക. ഇല്ല, രക്ഷയില്ല. പറഞ്ഞാണ് പയ്യപ്പാടിക്കാരിരിക്കുന്നത്. പൂട്ടുപകട കളിക്കാക്കി കളിക്കണ നിന്നെ എല്ലാരും വെല്ലുവിളിക്കുക. പൂട്ടുപകട ഉണ്ടെങ്കിൽ കളിക്ക്. എടാ പൂട്ടുപകട ഉണ്ടെങ്കിൽ കളിക്കണ. പൂട്ടുപകട ഇല്ല. രക്ഷയില്ല. ഞാൻ തിരിച്ചു കൊടുക്കുകയാണ്. ഇനി സംസാരിക്കാനുള്ള ശക്തിയില്ല. ഇനി ആര് ജയിക്കും ആര് നോക്കും എന്നുള്ള തീരുമാനം നമുക്ക് ഗ്രൗണ്ടിൽ നോക്കി കാണാം. ഇത്രത്തോളം ആവേശകരമായ മറ്റൊരു കായിക വിനോദമുണ്ടോ എന്ന സംശയം തോന്നും ഈ പകിടക്കളങ്ങളിലെത്തിയാൽ. കോട്ടയം മാങ്ങാനത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. ഐഡിയ കിട്ടിയോ പകിടകളെ കുറിച്ച്? ഇല്ല, നമ്മൾ അധികം കാണാത്ത ഒരു ഗെയിമാണ്. കോട്ടയത്ത് ഇത്ര വലിയ സംഭവമാണെന്ന് ഞാൻ അറിയുന്നില്ല. ഞാൻ സാധാരണ കോഴിക്കോട് മെത്തേഡൊക്കെ റൂളൊക്കെ ആദ്യം പറയുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ ശ്രദ്ധിച്ചു നോക്കി, പക്ഷെ മനസ്സിലായില്ല. ശരി, നമുക്കിനി ദേശീയ വാർത്തകളിലേക്ക് ഒന്ന് പോകണം. ദേശീയ വാർത്തകളുമായി സുവി വിശ്വാസനാണ് ചേരുന്നത്. സുവി, ഇപ്പൊ നമുക്ക് സുവിധ വന്നു കഴിഞ്ഞു. ഒരുപാട് വാർത്തകളുണ്ട്, പക്ഷെ നമുക്ക് പ്രധാനമായും മണിപ്പൂരാണല്ലേ. മണിപ്പൂരിൽ കലാപം അവസാനിക്കുന്നില്ല. മറ്റൊന്ന്, ബംഗാളിൽ ഗവർണറുടെ ചില ഇടപെടലുണ്ട്. അത്തരം വാർത്തകളിലേക്കൊന്ന് പോകാം. നാഷണൽ വാർത്തകളിൽ നിന്ന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് മണിപ്പൂരിലാണ്. മണിപ്പൂരിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കലാപം രൂക്ഷമാകുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം ഈ കലാപങ്ങൾ അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഒരു പ്രക്ഷോഭം നടന്നു. ആ പ്രക്ഷോഭത്തിന് നേരെയും അക്രമം ഉണ്ടായി. ഒപ്പം തന്നെ CRPF ക്യാമ്പിന് നേരെയും അക്രമം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഇതിനോടൊപ്പം തന്നെ അതാണ് മണിപ്പൂരിലെ ഒരു സാഹചര്യം. കഴിഞ്ഞ ദിവസം ഗവർണറെ മുഖ്യമന്ത്രി കാണുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി രാജിവെക്കുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ അന്തരീക്ഷത്തിലുണ്ട്. മുഖ്യമന്ത്രി രാജിവെക്കുമെന്ന അഭ്യൂഹമുണ്ട് എങ്കിൽ പോലും അത് ഉണ്ടാകില്ല എന്നൊരു വിശദീകരണമാണ് BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഗവർണറെ കണ്ടതാണ് ഇത്തരത്തിലൊരു അഭ്യൂഹത്തിന് കാരണം. പക്ഷേ ഈ തൽസ്ഥിതി, അവിടുത്തെ വിവരങ്ങൾ എന്താണ് എന്ന് ധരിപ്പിക്കാനാണ് താൻ ഗവർണറെ കണ്ടത് എന്നൊരു വിശദീകരണവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ബംഗാളിൽ ഡോക്ടറുടെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ ഒരു ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ CV ആനന്ദ് ബോസിന്റെ ഒരു ഇടപെടൽ, ഗവർണറുടെ ഒരു ഇടപെടൽ, അസാധാരണമായ ഒരു ഇടപെടലാണ്. അദ്ദേഹം പറഞ്ഞു, അതെ, കൊൽക്കത്തയിലെ കമ്മീഷണറെ മാറ്റണം എന്നൊരു ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം അടിയന്തരമായ ഒരു മന്ത്രിസഭാ യോഗം മമതാ ബാനർജിയുടെ സർക്കാർ വിളിച്ചു ചേർക്കണം എന്നൊരാവശ്യവും ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഈ ഒരു ഡോക്ടറുടെ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത കൊന്ന കേസ് ഇന്ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി ഇതിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയത്. ആ കാര്യവും വീണ്ടും കോടതി പരിഗണിക്കുന്ന സാഹചര്യമാണ് എന്നുള്ളത്. പ്രത്യേകിച്ചും ഇതിൽ CBIയോടും സർക്കാരിനോടും കോടതി റിപ്പോർട്ട് തേടിയിരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുകയാണ്. അതാണ് ദേശീയ തലത്തിലുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ. സുവി വിശ്വനാഥനാണ് ദേശീയ വാർത്തകളുമായി ചേർന്ന്. നമുക്ക് ഈ നാഷണൽ വാർത്തകളോടുകൂടി മോർണിംഗ് വൈബ്സ് കൂടി പൂർണ്ണമാകാനുള്ള സമയമാണ്. ഏതായാലും മോർണിംഗ് വൈബ്സിൽ നമ്മൾ ഒരുപാട് വാർത്തകളിലൂടെ കടന്നുപോയി. അതിഥി ഉണ്ടായിരുന്നു, പ്രധാനപ്പെട്ട അതിഥി ഉണ്ടായിരുന്നു. ഏതായാലും ഇനിയും ന്യൂസ് 8-നൊപ്പം തുടരുക. ഒരുപാട് വാർത്തകൾ ബാക്കിയുണ്ട്. ഓരോ മണിക്കൂറും വാർത്തകൾ ഇങ്ങനെ വന്നു മറിയുന്ന ഒരു ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഈ കുടിവെള്ള ക്ഷാമമൊക്കെ ഉച്ചയോടെ പരിഹരിക്കുമെന്നാണ് അധികൃതർ ഉറപ്പ് നൽകിയിരിക്കുന്നത്. തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് ഇന്ന് അവധിയാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ പോകേണ്ട, കോളേജുകളൊന്നും ഇല്ലാത്ത അവസ്ഥ. വിഷമമുണ്ട്. കാര്യം ഓണ പരീക്ഷയാണ്. പരീക്ഷ മാറ്റുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ഒന്നും കൂടി പഠിക്കണം. സ്കൂളായിരുന്നെങ്കിൽ, ക്ലാസ് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല. അതെ, പരീക്ഷ ഇനിയിപ്പോൾ ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ, അതിന് പ്രിപ്പയർ ചെയ്യണം. ശരി, അപ്പോൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകർ ന്യൂസ് 8-നൊപ്പം തുടരുക. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമസ്കാരം.
ഇംഗക്ക് കിരീടം. പരാജയപ്പെടുത്തിയത് US-ന്റെ ജെസിക്ക പെഗുലെ. കീഴടക്കിയത് ട്രൈ ബ്രേക്കർ പോരാട്ടത്തിൽ.